ഹരി ഓം. എല്ലാ സാധുവർക്കും ഒരിക്കൽ കൂടി മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതല്ല അഹം. അഹന്ത കാരണം അഹത്തെ അറിയാതിരിക്കുന്നതാണ്. അറിയുന്നില്ല എന്ന് വെച്ച് അഹം ഇല്ല എന്നല്ല അർത്ഥം. അറിഞ്ഞതെല്ലാം അറിവുകേടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അറിവിന് ഒരിക്കലും കേട് സംഭവിക്കില്ല. അറിഞ്ഞറിഞ്ഞ് അറിയുമ്പോൾ അറിവുകേടിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അറിവ്, യഥാർത്ഥ അറിവ്. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ഒരു ചിന്തയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകർക്ക് ലഭിച്ച ഒരു പുണ്യമാണ്. നമ്മളോടൊപ്പം ഇന്ന് ലഭിച്ച ഒരു വിശിഷ്ട മഹാത്മാവ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ എല്ലാ സന്യാസ സംഗമങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പാലക്കാടുള്ള മൺകര അയ്യപ്പ സേവാ ആശ്രമത്തിലെ മഹാമണ്ഡലേശ്വരായ പ്രഭാകരാനന്ദ സരസ്വതി ജിയാണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ സത്സംഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യാം. സ്വാമിജി, അങ്ങ് ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരാണ്. അപ്പം അങ്ങനെയുള്ളൊരു മഹാത്മാവായ അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത്, സന്യാസ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടതെന്നും അറിയാൻ താല്പര്യമുണ്ട്. പ്രണാമം. സാധാരണ നിലയിൽ ഋഷിമൂലവും നദിമൂലവും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. പക്ഷെ ഇവിടെ അവധൂത ഗുരു പരമ്പരയിൽ അവധൂത ഗുരു മഹാരാജാണ് ഈ ചോദ്യങ്ങൾ ബാലുജിയിലൂടെ ചോദിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണലി ഐ ആം എൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ജോലി ചെയ്തതാണ്. അതോടൊപ്പം ബിഫോർ കമ്മിങ് ടു ദാറ്റ് ഞങ്ങളുടെ കുടുംബം, പൂർവാശ്രമ കുടുംബം മൊത്തം ബോംബെ ചിന്മയ മിഷൻ്റെ അടുത്തായിരുന്നു. ബോംബെ ചിന്മയ മിഷനുമായിട്ട് ഏറ്റവും അധികം ബന്ധം ഉണ്ട്. അവിടുത്തെ ആദ്യത്തെ ടൈപ്പിസ്റ്റ് എൻ്റെ പൂർവാശ്രമത്തിലെ ഏട്ടനായിരുന്നു. പിന്നെ സ്വാമിജിയുമായി വളരെ ഫ്രണ്ട്ലി റിലേഷനാണ് എൻ്റെ പൂർവാശ്രമത്തിലെ അച്ഛൻ. ഞങ്ങളെല്ലാം ഓടി വൈകുന്നേരം കബഡി കളിച്ച് തളർന്നാലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് തളർന്നാലോ ഓടിപ്പോയി വിശ്രമിക്കുന്നത് ചിന്മയ മിഷനിലെ അമ്പലത്തിലാണ്. അമിതാഭ് ബച്ചൻ സാറിനെയും ദിലീപ് കുമാർ സാറിനെയും എല്ലാം ചിന്മയ മിഷനിലെ ക്ഷേത്രത്തിൽ അവർ ഷൂട്ടിംഗ് എടുക്കാൻ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒട്ടുമിക്കവാറും ഫിലിം സ്റ്റാർസിനെ എല്ലാം ബോംബെയിൽ കണ്ടിട്ടുള്ളത് ബോംബെ ചിന്മയ മിഷനിൽ വെച്ചിട്ടാണ്. ഇത് പവായ് താര കൾച്ചറൽ ട്രസ്റ്റ് എന്ന ഒരു വലിയ ഓർഗനൈസേഷൻ്റെ കീഴിലാണ്. L&T കമ്പനിയുടെ തൊട്ട് മുകളിലാണ് ഇത്. അങ്ങനെയാണ് സ്വാമിജിയാണ് ഏറ്റവും ചെറുപ്പ വയസ്സിൽ, ഞാൻ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആർ.എ. കോളനി എന്ന കമ്പനിയിലേക്ക്, ആർ.എ. മിൽക്ക് കമ്പനിയും മറ്റുമൊക്കെ ഉള്ളതായ ഗോരേഗാവിലേക്ക് പിക്നിക്ക് പോവുകയാണ് 3rd സ്റ്റാൻഡേർഡിൽ. ഈ 3rd സ്റ്റാൻഡേർഡിൽ പിക്നിക്ക് പോകുന്ന സമയത്ത് പിക്നിക്കിലുള്ള കുട്ടികളെയെല്ലാം നയിച്ചിരുന്നത് KN ശശിധരൻ സാർ എന്ന് പറയുന്ന എൻ്റെ മാത്തമാറ്റിക്സ് സാറാണ്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫ്രീ സ്ഥലം വേണ്ടേ, അങ്ങനെ ചിന്മയ മിഷനിലാണ് കഴിക്കാൻ പോയത്. അപ്പോൾ അവിടെ 7-7:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടികൾക്ക് വിളമ്പി കൊടുക്കണ്ടേ.
അപ്പോൾ നമ്മൾ കഷ്ടിച്ച് എത്രയുണ്ട്, 3+4 8 വയസ്സ്. ഈ സമയത്ത് പൂജനീയ സ്വാമിജി മഹാരാജിൻ്റെ ധ്യാന ക്ലാസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അമ്പലത്തിന് മുൻപിൽ. ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ആ ക്ലാസ്സിൽ സ്വാമിജി ആ ധ്യാന ക്ലാസ് നടക്കുന്ന സമയത്ത് അവിടെ പോയ 32 കുട്ടികൾക്കും മന്ത്രദീക്ഷ നൽകി. എല്ലാ ഹിന്ദു കുട്ടികളായിരുന്നു, മുസ്ലിം കുട്ടികളായിരുന്നു. അങ്ങനെയാണ് പഞ്ചാക്ഷരി മന്ത്രം ആദ്യമായിട്ട് ഗുരുദേവൻ ചിന്മയാനന്ദ സരസ്വതി മഹാരാജ് ഉപദേശിച്ചത്. അത് പിന്നെ ആ കളിക്കുന്ന അതിലും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു, സ്പോർട്സിൽ ഫസ്റ്റായിരുന്നു. ഇങ്ങനെയെല്ലാം ഇത് നന്നായി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, പല മാൻ ഓഫ് ദ മാച്ചുകൾ നേടിയിട്ടുണ്ട്. ഈ പഠനം പ്ലസ് സ്പോർട്സ് ഇതിൻ്റെ എല്ലാ ഇടയിലൂടെ ആ മന്ത്രദീക്ഷയും മറ്റുമൊക്കെ അങ്ങനെ നഷ്ടമായിപ്പോയി, എന്ന് വെച്ചാൽ ഉപയോഗിക്കാതെ. പിന്നെ ശബരിമലയ്ക്ക് മാലയിടുമ്പോഴാണ് ഇത് വീണ്ടും ഉപയോഗമാകുന്നത്. അങ്ങനെയാണ് പിന്നെ ബോംബെയിൽ നിന്ന് 88 കേരളത്തിലേക്ക് സെറ്റിലായത്. അങ്ങനെ ഗുരുദേവൻ ചിന്മയാനന്ദ സരസ്വതി മഹാരാജാണ് ഈ അച്ഛനോട് സംസാരിച്ചിട്ട്, ഞങ്ങൾ 4 ആൺകുട്ടികളുണ്ട്, അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ എൻജിനീയറും ഇതൊക്കെ ആക്കിയാണ്. ഒരാൾ കെമിക്കൽ എൻജിനീയറാണ്, ഒരാൾ മെക്കാനിക്കൽ എൻജിനീയറാണ്, ഞാൻ ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്, പിന്നെ ഒരാൾ മിറ്റ്സുബിഷി കമ്പനിയുടെ ജനറൽ മാനേജറാണ് മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഇങ്ങനെ ഈ പൊസിഷനിലുള്ള വരേണ്ട കുട്ടികളെയൊക്കെ എല്ലാവരും ഇങ്ങനെ ആക്കിയാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു സ്വാമിജി തൂക്കി എന്ന് പറഞ്ഞു. സ്വാമിജി മഹാരാജിന് ഒരു പ്രത്യേക കഴിവ്, ഏത് വീട്ടിൽ പോയാലും അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിന് പോയാലും ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും. അത് സ്വാമിജി ഒരു ഭയങ്കര കഴിവാണ്. അങ്ങനെ ഒരുവിധം ടോപ്പ് ക്ലാസ് ബുദ്ധിശാലികളായിട്ടുള്ള ആൺകുട്ടികളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സിനിമ ഇഷ്ടം ചേരും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിത്തറ. പിന്നെ സന്യാസ ജീവിതം നയിക്കുക എന്നുള്ളത് ആദ്യം 1987 മഹാശിവരാത്രിക്ക് കാശിയിൽ നിന്ന് നാദ സമ്പ്രദായത്തിൽ സന്യാസം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 88 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ജോലിയിൽ പ്രവേശിച്ചു. അത് കാരണം ആ സന്യാസം ലാപ്സായി, മനസ്സിലായി. പിന്നെ ചിന്മയാനന്ദ സരസ്വതി മഹാരാജായിട്ടുള്ള ഭയങ്കരമായ ഒരു അടുപ്പം ചെറുപ്പകാലം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സിൽക്ക് സ്വാമി എന്നാണ് ഞങ്ങൾ പറയുക. സ്വാമിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അത്രയ്ക്കും പോഷായിരിക്കും. പിന്നെ 94 ചിന്മയ മിഷനിൽ സ്വാമിജി 93 സമാധിയായി അമേരിക്കയിൽ വെച്ചിട്ട്, സാൻഡിഗോയിൽ വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയപ്പോൾ ആദ്യം അവിടെ ആശുപത്രിയെ സന്ദർശിച്ചത്. അതുകൊണ്ട് 94 ചിന്മയ മിഷൻ സ്വാമിജിയും മറ്റ് സ്വാമിജിമാർ പലരും ശിവാനന്ദ സരസ്വതി മഹാരാജ് എന്ന് പറയുന്ന മഹാഗുരുവിൽ നിന്നാണ്, ഡിവൈൻ ലൈഫ് സൊസൈറ്റി ഋഷികേശ്, അവിടുന്നാണ് ഇവരെല്ലാം പഠിച്ച് സന്യാസം സ്വീകരിച്ചത്. അതുകൊണ്ട് ചിന്മയ മിഷനിൽ നിന്ന് ചിന്മയാനന്ദ സ്വാമിജി മഹാരാജിൽ നിന്ന് സ്വാമിജി സമാധിയായ ശേഷമാണ് സന്യാസ ഇഷ്ടം വന്നത്. നേരത്തെ ഉള്ളത് ലാപ്സ് ആയതുകൊണ്ട്. അതുകൊണ്ട് ശിവാനന്ദ ആശ്രമത്തിൻ്റെ കീഴിലാണ് പിന്നീട് സന്യസിച്ചത്. അത് യോഗവേദാന്ത ആചാര്യനും അന്താരാഷ്ട്ര സ്വാമിജിയുമായ സ്വാമി നിത്യാനന്ദ സരസ്വതി മഹാരാജ് നിലയ്ക്കൽ പ്രശ്നത്തിലും അതുപോലെ കേരളത്തിലെ അനേകം ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പോരാടിയ ഒരു പോരാളി കൂടിയാണ് എൻ്റെ സന്യാസ ഗുരുനാഥനായ ഹിസ് ഹോളിനെസ് നിത്യാനന്ദ സരസ്വതി മഹാരാജ്. പൂർവാശ്രമം മധ്യം പത്തനംതിട്ടയായിരുന്നു. അപ്പം പത്തനംതിട്ടയോടുള്ള ഇഷ്ടം കൂടി എനിക്കതിലുണ്ട്, അയ്യപ്പനോടുള്ള ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ കുടുംബദൈവം അയ്യപ്പനായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ ഈ പൂജാവിധികളും മറ്റുമെല്ലാം പഠിച്ച അനേകം ക്ഷേത്രങ്ങളിൽ മേൽശാന്തിപ്പണിയും പിന്നെ അമ്പലപ്രതിഷ്ഠയൊക്കെ ആയി മാറി. അതൊക്കെ കൂടിയിട്ട് ഒരു ഭയങ്കരമായ അടിത്തറ, ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ. താന്ത്രികമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഹിന്ദുധർമ്മത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, പിന്നെ പല പ്രസ്ഥാനങ്ങളുടെയും കീഴിൽ വളരെ സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അടിത്തറ. പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഉഗ്രൻ പ്രവർത്തകനായിരുന്നു 88 മുതൽ. അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു.
സംസ്ഥാന സമ്മേളനം ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ അനേകം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ ക്യാമ്പുകൾ, യോഗ ക്യാമ്പുകൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, ബ്ലഡ് ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഹെൽത്ത് ക്ലാസ്സുകൾ, മനസ്സിലായി, ഫുഡ് ഉണ്ടാക്കേണ്ട രീതികൾ, നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടതായ ഫുഡ്, ഹൗ ടു മേക്ക്, ഇങ്ങനെ എല്ലാം കൂടി ഒരു സിന്തറ്റിക് ടൈപ്പ് ഓഫ് സന്യാസിയാണ്. അപ്പോൾ അയ്യപ്പ പൂജ മുതൽ ആംബുലൻസ് വരെ ഓടിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സന്യാസി. അപ്പോൾ സന്യാസത്തിന് അതിഗംഭീരമായ അടിത്തറയുണ്ട്. ഡിവൈൻ ലൈഫ് സൊസൈറ്റി ഋഷികേശിൽ പഠിച്ചതാണ്. ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ അതിൽ പഠിച്ചതാണ്. കൈലാസാശ്രമം എന്ന് പറയുന്ന ഹിമാലയ പോയി പഠിക്കുന്ന സന്യാസിമാർക്കെല്ലാം ആകെ പഠിക്കാൻ ഒരൊറ്റ ആശ്രമമേ അന്നുണ്ടായിരുന്നുള്ളൂ, കൈലാസാശ്രമം ഋഷികേശിലെ. ഹിന്ദിയിലാണ് അവിടെ ക്ലാസ്, സംസ്കൃതത്തിലും ഹിന്ദിയിലുമാണ് ക്ലാസ്. വേറെ ഭാഷകളൊന്നും സംസാരിക്കാനേ പാടില്ല. അതിനകത്തുള്ളവർ ഇംഗ്ലീഷ് കേട്ടാലേ അടിക്കാൻ വരും, അത്രയ്ക്ക് ഇതുള്ളൊരു ആശ്രമം. പിന്നെ ചിന്മയ പഠിച്ചു. ആർഷവിദ്യ സംസ്കാരം ആയിട്ട് ബന്ധപ്പെട്ട AVG ആർഷവിദ്യ ഗുരുകുലം, അത് ആനക്കട്ടിയിലാണ്. ചിന്മയ മിഷനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് വന്ന സംപൂജ്യ സ്വാമിജി ദയാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹം ഫുൾ ടൈം അമേരിക്കയിലാണ്, അമേരിക്കൻ സ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം സ്ഥാപിച്ച ആശ്രമം സൈലസ്ബർഗിലുണ്ട്, പെൻസിൽവാനിയയിൽ, അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ സന്യാസം എന്ന് പറഞ്ഞാൽ സമ്പ്രദായപ്രകാരം പഠിക്കുകയും അതിൽ പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുകയും സരസ്വതി എന്നുള്ള തിരുനാമമുള്ളതായ പരമ്പരയിൽ, എന്നുവെച്ചാൽ 4 പീഠങ്ങളിൽ, 5 പീഠങ്ങൾ നമുക്ക് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിലും 4 പീഠങ്ങളാണ് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ശൃംഗഗിരി എന്ന് പറയുന്ന പീഠത്തിൻ്റെ നേരിട്ടുള്ള കീഴിലല്ല വരുന്നത്, നേരിട്ടല്ലാതിരിക്കുന്ന അനേകം ആശ്രമങ്ങളുണ്ട്. അതിലൊരാശ്രമമാണ് കൈലാസാശ്രമം. കൈലാസാശ്രമത്തിൻ്റെ പ്രധാനമായൊരു സ്വാമിയാണ് ശിവാനന്ദ സരസ്വതി മഹാരാജിന് സന്യാസം കൊടുത്തത്. അദ്ദേഹമാണ് ചിന്മയാനന്ദ സരസ്വതി മഹാരാജ്, ജ്ഞാനാനന്ദ സരസ്വതി മഹാരാജ്, പറക്കം സ്വാമി എന്ന് പറയുന്ന വിഷ്ണു ദേവാനന്ദ സരസ്വതി, ഇങ്ങനെ അനേകം സന്യാസിമാർക്ക്, വെങ്കടേശാനന്ദ സരസ്വതി, സന്യാസം അന്ന് ഏറ്റവും കൂടുതൽ ശക്തമായി നൽകിയിരുന്ന ഒരു മഹാത്മാവാണ് ഋഷികേശിലുള്ള ശിവാനന്ദ സരസ്വതി മഹാരാജ്. അദ്ദേഹം 12 കൊല്ലം ശ്രംബാനിൽ മലേഷ്യയിൽ ഡോക്ടറായിരുന്നു, MBBS ഡോക്ടറായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന പോലെ ബ്രിട്ടീഷുകാരുടെ ഇതിൽ ജോലി ചെയ്തിരുന്നതാണ്. അത് ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സന്യാസത്തിന് വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് മലേഷ്യയിൽ 2003 പോകുന്നത്. നമ്മുടെ സംഘടനയുടെ മെയിൻ ഒരു പ്രചാരക വൃത്തിയായിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ആദ്യം സ്വാമിജി സ്ഥാപിച്ച ആ ഡിസ്പെൻസറി എടുത്തെറിഞ്ഞത്, പക്ഷെ അത് ഹൈവേ വന്നിട്ട് എടുത്തു കളഞ്ഞു വന്നു, ശ്രംബാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ ഇപ്പോൾ സന്യാസത്തിൻ്റെ അടിത്തറയും സന്യാസത്തിൻ്റെ വിഷയങ്ങളും സന്യാസത്തിൻ്റെ സമ്പ്രദായങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ട്രഡീഷണലി പഠിച്ചതാണ്. പിന്നെ എൻ്റെ ഗുരുദേവൻ സന്യാസം തരുന്ന സമയത്ത് പറഞ്ഞതും, നമുക്ക് ഓരോ വാർഡിലും ഒരു സന്യാസി ഗുരു ഉണ്ടാവണം. അതുകൊണ്ട് സന്യാസധർമ്മം യോഗ്യത ഉള്ളവരെ എന്ന് കണ്ടാൽ അപ്പം കൊടുത്തോളാൻ പറഞ്ഞു. എന്നെ വെയിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാൻ ഗുരുവായി നിൽക്കേണ്ട, സ്വാമി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്യാസ ദീക്ഷ തരുന്നതോടൊപ്പം ഗുരുത്വം കൂടി തന്ന് സന്യാസത്തെ പ്രചരിപ്പിക്കാനായിട്ട് സംപൂജ്യ സ്വാമി നിത്യാനന്ദ സരസ്വതി മഹാരാജാണ് ഏറ്റവും കൂടുതൽ അതിന് ശക്തമായ അടിത്തറ നൽകിയത്. അതോടൊപ്പം എല്ലാ പ്രസ്ഥാനങ്ങളിലെയും സ്വാമിജിമാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആചാര്യന്മാർ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആചാര്യന്മാർ, സദാനന്ദ കാക്കഡേജി, ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരു റൂമിലായിരുന്നു വിദേശത്ത് താമസിച്ചത്. അതുപോലെ തന്നെ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രധാനമായിട്ടുള്ളതായ പല പ്രസ്ഥാനങ്ങളുടെയും പ്രധാന ആചാര്യന്മാരുമായിട്ടുള്ളതായ സമ്പർക്കവും കൂടിയാണ് സന്യാസത്തിൻ്റെ അടിത്തറ ഇത്രയും ശക്തമാകാനുള്ളതായ കാര്യം. സ്വാമിജി, അങ്ങ് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് അങ്ങ്. കൂടാതെ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളും വശമുണ്ട്. ചിന്മയ മിഷൻ്റെ കീഴിൽ അഭ്യസിച്ചപ്പോൾ വേദാന്തവും കൈവശമാക്കി അങ്ങ്. അപ്പം ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് അങ്ങ് യോജിച്ച് പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. ഓരോ സന്യാസിക്കും അഭിമാനിക്കാവുന്ന ചോദ്യവുമാണ്, അതോടൊപ്പം കുഴപ്പത്തിലാകാവുന്നതുമായ ചോദ്യമാണ്. ഇവിടെ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്താണ് എന്ന് നോക്കുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം എന്നതായ ഒരു വിഭജനം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗുരുവായി കണക്കാക്കി വരുന്ന ഭഗവാൻ വേദവ്യാസ മഹർഷി ചെയ്തിരുന്നു. എന്നാൽ ഇത് പരിപൂർണമായിട്ടും വെർട്ടിക്കൽ ക്ലാസിഫിക്കേഷനാണ്. എന്നാൽ ഭഗവാൻ വേദവ്യാസ മഹർഷി ജനിക്കുന്നതിന് മുൻപ് തന്നെ ഹൊറിസോണ്ടലി വേദത്തിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ബേസ്മെൻ്റാണ് പലപ്പോഴും പലരും പഠിക്കാതെ പോകുന്നത്. വേദം എന്നത് വിജ്ഞാനമാണ്, ജ്ഞാനമാണ് എങ്കിൽ ആ ജ്ഞാനത്തിൻ്റെ സ്തുതിയും മന്ത്രങ്ങളും വരുന്നതായ വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം. ഇതിനെ വേദസംഹിത എന്ന് പറയും. വേദസംഹിത എന്താണോ സ്തുതികളും മന്ത്രങ്ങളും മറ്റും പറയുന്നത്, അതിൻ്റെ പരിപൂർണമായതായ പ്രാക്ടിക്കൽ ക്രിയാവിഭാഗമാണ് രണ്ടാമത്തേത്. അതിനെ ബ്രാഹ്മണം എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ക്രിയാവിഭാഗമായ വേദത്തിൻ്റെ പാട്ട് മാത്രമല്ല, എന്നാൽ സംഹിത സമേതമുള്ളതായ ക്രിയയാണ്. ഇനി സംഹിതയും ബ്രാഹ്മണവും എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തു കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ചേർത്ത് കൊണ്ടുപോകേണ്ടത് എന്നതായ മൂന്നാമത്തെ വിഭാഗമാണ് ഉപാസനാകാന്ഡം. ഇതിനെ ആരണ്യകം എന്ന് പറയുന്നു. അപ്പൊ സംഹിത പഠിച്ച് ബ്രാഹ്മണം പരിപൂർണമായി ഉപാസിച്ച് ഉപാസനാകാന്ഡമായ ആരണ്യകം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനുഭവമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഒറിജിനലി വേദത്തിനുണ്ടായിരുന്നു. ഇതിൽ കർമ്മകാന്ഡമായ ബ്രാഹ്മണവും മന്ത്രവിഭാഗമായ സംഹിതയും ചേർത്താൽ അതിനെ കർമ്മകാന്ഡം എന്ന് പറയും. ആരണ്യകത്തെ ഉപാസനാകാന്ഡം എന്ന് പറയും. ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്ന് പറയും. അപ്പൊ വേദത്തെ 4ആയി മുറിക്കാം, 3ആയി മുറിക്കാം, 2ആയിട്ട് മുറിക്കാം. 2ആക്കുമ്പോൾ കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും, 3ആക്കുമ്പോൾ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, 4ആക്കുമ്പോൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതിൽ ഉപാസനാകാന്ഡത്തെയാണ് ശരിക്കും പറഞ്ഞാൽ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ഉപാസനാകാന്ഡം ഇല്ലാതെ ഉപനിഷത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? ആദ്യത്തെ 4 രണ്ടാമത്തെ 4 ചേർക്കുമ്പോൾ 50 പൈസയായി, അടുത്ത 4 ചേർക്കുമ്പോൾ 75 പൈസയായി, പിന്നീടുള്ള ഒരു 4 കൂടി ചേർത്താലേ 1 രൂപയാവുള്ളൂ. 1 രൂപയായ ശേഷം ഞാൻ ആദ്യമിട്ട 4 എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതായ വേദാന്തം ബ്രാഹ്മണവും ആരണ്യകവും സംഹിതയും കഴിഞ്ഞ ശേഷം ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ അനുഭവമായതായ വാക്യങ്ങളാണ്. അപ്പൊ അത് മാത്രമാണ് സനാതനധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അടിത്തറയില്ലാത്ത അടിത്തറയായി മാറും. അതുകൊണ്ട് കർമ്മകാന്ഡമായ ഉപാസനാ സെക്ഷൻ, തന്ത്രശാസ്ത്രം ഇല്ലാതെ സനാതനധർമ്മത്തിന് മറ്റൊന്നിനും നിലനിൽക്കാനേ സാധ്യമല്ല. കാരണം ആചാരം, വിചാരം, പ്രചാരം. അപ്പൊ ആചാരവും വിചാരവും ചെയ്യുന്നതിനെയാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്.
താന്യതേ വിസ്താരേണ അനേന എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ ബാഹ്യമായും ആന്തരികമായും ശരിയായ രീതിയിൽ പഠിച്ച് ആചരിച്ച് പ്രചരിപ്പിക്കുന്നതിനെയാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ഹരി ഓം. മഴ കാരണം നമ്മുടെ വെന്യൂ ഒന്ന് മാറ്റേണ്ടി വന്നു. എന്തായാലും നമുക്ക് തുടർന്ന് സ്വാമിജിയുടെ സത്സംഗം കേൾക്കാം. സ്വാമിജി അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ആ ഡോക്ടറേറ്റും താന്ത്രികവുമായിട്ടുള്ള ആ ഒരു വിദ്യയും വേദാന്തവും എങ്ങനെ ഒരുമിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിനെ കുറിച്ചാണ് അങ്ങ് തുടർന്ന് സംസാരിച്ചു. പ്രണാമം. ഉപാസനാകാന്ഡം എന്ന് പറഞ്ഞത് മുതൽ അതിഗംഭീരമായ മഴ വന്നു. ഉപാസന ചെയ്യാൻ വേണ്ടി സ്ഥലം മാറ്റിയതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ വൈദികി താന്ത്രികി ജൈവ ദ്വേ വിദ്യേ എന്ന് പറയുന്ന കണക്ക് പ്രകാരം ഉപാസനാകാന്ഡമായ കർമ്മകാന്ഡം, ക്രിയാവിഭാഗങ്ങൾ മുഴുവൻ അടങ്ങുന്നതായ വിഭാഗമാണ് തന്ത്രം എന്ന് പറയുന്നത്. വേദവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് വൈദികം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദാന്തവും തന്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് ഒരു സാധകന് ഏറ്റവും ഉത്തമം. സ്വാമിജി, സാധാരണ സന്യാസ ദീക്ഷ സ്വീകരിച്ചവർ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ അങ്ങ് കൂടുതലും സന്യാസ സമൂഹത്തിനിടയിലാണ് പ്രവർത്തിക്കുന്നത് കൂടുതലും. എന്താണ് അതിൻ്റെ ഒരു കാരണം? പ്രണാമം. വളരെ ബുദ്ധിശാലികളായിട്ടുള്ള ചോദ്യകർത്താക്കൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ബാലുജിക്ക് പ്രത്യേകം പ്രണാമം. ഇവിടെ സമ്യക് ന്യാസം, ഇത് സന്യാസം എന്നാണ് ഇതിൻ്റെ ബാഹ്യമായ ലക്ഷണം. ഇനി സന്യാസാശ്രയകാരേണ നരോ നാരായണ ഉച്യത്തെ, സന്യാസ ദീക്ഷയിലൂടെ അല്ലെങ്കിൽ സന്യാസത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകൂ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി സന്യാസാശ്രയകാരേണ നരോ നാരായണ മുച്യതേ എന്ന് പറയുമ്പോൾ മാൻ ടു മങ്ക് എന്നൊരു കണക്കിൽ മാനവരാശിയെ മുഴുവൻ ശരിയായ പാതയിൽ ജ്ഞാനവിജ്ഞാനത്തോടുകൂടി മനസ്സിലാക്കിപ്പിച്ച് പരിശീലിപ്പിച്ച് ഈ ബ്രഹ്മാണ്ടത്തിലെ ജഗത്ത് സംബന്ധമായ എല്ലാ വിഷയങ്ങളെയും ത്യജിക്കുക. തത് തു വിഷയത്യാഗാത് സംഘത്യാഗാത് അവ്യാവൃത്ത ഭജനാത് എന്ന കണക്കിൽ സൂക്തം പറയുന്നത് പോലെ ഉള്ളതായ ആചാരാനുഷ്ഠാനങ്ങളുടെ പഠിത്തവും അതോടൊപ്പം ആചരണവും ചേർന്ന് ചെയ്താലേ അത് സന്യാസമാവുകയുള്ളൂ. സന്യാസം ദീക്ഷ സ്വീകരിക്കുന്നതായ ചടങ്ങ് 72 മണിക്കൂറുള്ള ചടങ്ങുകളാണ്. ആദ്യം നമുക്ക് യജ്ഞോപവീത ധാരണമുണ്ട്. ശിഖ വയ്ക്കണം, ഗായത്രി അഭിഷേകം ചെയ്ത് ഗായത്രി 24,000 മന്ത്രങ്ങൾ ഹോമിച്ച് ഈ കുടുംബപരമായിട്ട് നമുക്ക് ആരൊക്കെയാണോ നമ്മളുടെ പൂർവാശ്രമ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മരണ സംഖ്യ അവർക്കെല്ലാം തർപ്പണാദി പിണ്ടക്രിയകൾ ചെയ്യണം. മുണ്ടനത്തിന് ശേഷം പിണ്ടക്രിയകൾ ഉദകക്രിയകളെല്ലാം ചെയ്ത് അവനവനും ആത്മപിണ്ഡം, ഞാൻ മരിച്ചു എന്നുള്ള കണക്കിൽ ആത്മപിണ്ഡം വെച്ച ശേഷമാണ് പിന്നീട് വിരജഹോമം. ആ വിരജഹോമത്തിന് ശേഷം ശിഖയും പൂണുനൂലും പവിത്രസമേതം വിസർജിച്ച് ഹോമകുണ്ഡത്തിലേക്ക് നിക്ഷേപിക്കുന്നു. അതിനുശേഷം ബ്രഹ്മ കലശം അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകത്തിന് ശേഷം വിരജഹോമത്തിൻ്റെ ശേഷമുള്ള അഭിഷേകത്തിന് ശേഷം കാവ്യവസ്ത്രവും നാമവും ദീക്ഷാമന്ത്രവും നൽകുന്നു. ഇതാണ് ശൃംഗഗിരി പീഠത്തിൻ്റെ ഭൂരിവര സമ്പ്രദായത്തിൽ ഭാർഗവ ഗോത്രത്തിൽ ചെയ്യുന്നതായ അനുഷ്ഠാന കർമ്മങ്ങൾ. ഈ സന്യാസ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ
ബ്ലിസ് അല്ലെങ്കിൽ അതിൻ്റെ ആനന്ദം സദാസമയവും പരമാനന്ദത്തിലായിരിക്കണം. ചിരിച്ച് കളിച്ച് കീപ് സ്മൈലിംഗ് ആൻഡ് മേക്ക് അതേഴ്സ് സ്മൈൽ എന്ന കണക്കിൽ പരിപൂർണമായിട്ട് യാതൊരു തരത്തിലുള്ളതായ സംസാര ദുഃഖങ്ങളും ഇല്ലാതെ ആനന്ദിക്കണം എന്നതിനാണ് ഓരോ സന്യാസിയുടെയും തിരുനാമത്തിൻ്റെ പിന്നാലെ ആനന്ദ പ്രഭാകരാനന്ദ സരസ്വതി, കൃഷ്ണാനന്ദ സരസ്വതി, ഓരോരുത്തരുടെയും പേരിൻ്റെ കൂട്ടത്തിൽ ആനന്ദം വരുന്നത് സത് ചിത് ആനന്ദം അവരനുഭവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സന്യാസ ദീക്ഷയിൽ സന്യാസിമാരെ തന്നെ കറക്റ്റാക്കിയാൽ ആ സന്യാസി സമാജത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരിയായതായ മാർഗനിർദ്ദേശം നൽകും. പൊതുജനങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് സന്യാസിമാർക്ക് യാതൊരു ബന്ധവും സത്യത്തിലില്ല. കാരണം അവനവൻ മരിച്ചു, അവനവൻ്റെ നേരത്തെയുള്ള പൂർവാശ്രമത്തിലെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങി മാറി നിൽക്കുന്നതായ ഒരു സന്യാസിക്ക് പിന്നെ സമൂഹത്തിൽ എന്താ ബന്ധം? അപ്പൊ സമൂഹത്തിനോട് സന്യാസിക്ക് വിധിപ്രകാരം യാതൊരു കർത്തവ്യമോ കടപ്പാടോ ഇല്ല. ക്ഷേത്രങ്ങളോടും ഇല്ല. സന്യാസി ക്ഷേത്രം ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കലികാലത്തിലെ ദേശകാല പാത്രേജ എന്ന കണക്കിൽ അതാത് നാട്ടിൽ ആ നാട്ടിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവിടുത്തെ ക്രിയാകാണ്ഡവും ആചരിച്ചു പോകേണ്ടി വരുന്നതായ ആശ്രമങ്ങളിൽ സമൂഹവുമായിട്ട് അവർക്ക് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സന്യാസിക്ക് സമൂഹവുമായിട്ട് യാതൊരു കടപ്പാടുമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. അയാളുടെ മോക്ഷകാര്യങ്ങൾക്കുള്ള സാധനങ്ങൾ ശരിയായി ചെയ്താൽ അയാളുമായി ബന്ധപ്പെടുന്ന കുടുംബക്കാർക്കും ശരിയായ ദീക്ഷാക്രമത്തിലുള്ളതായ വിധിപ്രകാരമുള്ളതായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യിക്കാൻ പരിശ്രമിച്ചാൽ വിധിപ്രകാരം ട്രഡീഷണലി ട്രെയിൻ ചെയ്യിച്ച എല്ലാ കുടുംബങ്ങളും ചേർന്നാൽ സമാജമായി. മറിച്ച് സ്വന്തം ആചാരവും അനുഷ്ഠാനവും എല്ലാം കളഞ്ഞുകൊണ്ട് ആചരിക്കലുമില്ല, അനുഷ്ഠാനം കൊണ്ടുപോകലുമില്ല, അതിനെ ഒന്ന് ശരിയായ രീതിയിൽ ഉള്ളിലേക്ക് എടുക്കലുമില്ലാതെ ബൈഹാട്ട് പഠിച്ചുകൊണ്ടൊരു പ്രചാരം നടത്തുന്ന പ്രചാരന്മാരെ കൊണ്ടാണ് വലിയ തലവേദനയുള്ളത്. കാരണം അവർക്ക് അനുഭവമില്ല. അതുകൊണ്ട് അനുഭവിച്ചു വരുന്നതായ സന്യാസിമാരുടെ ഇടയിൽ ശരിയായ തിരുത്തലുകൾ ചെയ്യുകയാണെങ്കിൽ അത് സമാജത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കും എന്നതുകൊണ്ടാണ് സന്യാസി സഭ ഉണ്ടാക്കിയത്, അഖാഡ ഉണ്ടാക്കിയത്, വലിയ വലിയ സമ്മേളനങ്ങൾ, സന്യാസിമാർക്കുള്ള ട്രെയിനിങ്. ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും മാത്രമേ ക്ലാസ് നമ്മൾ എടുക്കുന്നുള്ളൂ. പൊതുജനങ്ങൾക്ക് അവരുടെ ലെവൽ ഓഫ് മൈൻഡും അവരുടെ പ്രോട്ടോകോൾ സിസ്റ്റവും ഒക്കെ വേറെ ആയതുകൊണ്ട് റഫായിട്ടുള്ളതായ പഠിത്തമേ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കൂ. അതിന് നമുക്കിപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സമയം ഉണ്ടാവില്ല. കാരണം ഈ 30-20 വയസ്സ് കാലഘട്ടത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ ഓടി നടന്ന് സമാജത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് ഓരോരുത്തരെയും ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇനിയുള്ള കാലഘട്ടം 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡ് സ്റ്റൈലിലായ ശേഷം നമുക്ക് അത്തരത്തിൽ ഒരു പ്രവർത്തനങ്ങൾക്ക് പോകാതെ ആചാര്യന്മാരെ തിരുത്തുക, അവർക്ക് അനുഷ്ഠാനങ്ങൾ ശരിയാക്കുക, അവർക്ക് അഭിഷേകങ്ങൾ ചെയ്യുക, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിലൂടെ തിരുത്തപ്പെടും. ഇതുകൊണ്ടാണ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സന്യാസി സഭയുടെ കീഴിലും സന്യാസിമാരുടെ ഇടയിലും മാത്രം ബ്രഹ്മചാരികളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ആശ്രമം ടു ആശ്രമങ്ങളിലെ പഠിത്തം ക്ലാസ്സുകളും മറ്റും നടത്താറുള്ളൂ. സ്വാമിജി, അഖാഡ, മണ്ഡലേശ്വർ, മഹന്ത്, ഇങ്ങനെ പല മേഖലകളുണ്ടല്ലോ, സ്ഥാനങ്ങളുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക് അത്ര വശം ഉണ്ടാവണം നിർബന്ധമില്ല. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ആചാരാനുഷ്ഠാനങ്ങളും തത്വങ്ങളും ശരിയായ രീതിയിൽ ആചരിച്ചു വരുന്നതായ മഠങ്ങൾക്കും സന്യാസിമാർക്കും എതിരെ അതിഭയങ്കരമായ ആക്രമങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു.
ഈ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതായ മലയാളി കാലടി എന്നുള്ള ആ പ്രദേശത്ത് ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയിൽ ഭാരതം മുഴുവൻ 3 പ്രാവശ്യം കാൽനടയായി പോയി വന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധ്യമാകുന്നതാണോ? അന്നത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ന് പല മുറിഞ്ഞുപോയ ഭാഗങ്ങളെയും കൂടി ചേർത്തിട്ടുള്ളതാണ്. മാത്രമല്ല AD 788 മുതൽ 820 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ആദ്യത്തെ മഠം, ഋഗ്വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഠമായ ഒറീസയിലെ ജഗന്നാഥപുരിയിലുള്ള ഗോവർദ്ധന മഠത്തിൻ്റെ റെക്കോർഡുകൾ സ്ഥാപിക്കുന്നത്. ഇപ്പം ഈ 32 വയസ്സ് കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ 2-3 പ്രാവശ്യം നദിയിൽ മുങ്ങിയിട്ടാണ് ബദ്രിനാരായണന്റെ മൂർത്തി കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. തകർന്ന തരിപ്പണമായതായ കാഞ്ചി ക്ഷേത്രത്തെ അവിടെ 20-28 ദിവസങ്ങളിൽ ഇരുന്ന് തപസ് ചെയ്തിട്ടാണ് അവിടുത്തെ മൂർത്തി ഇന്ന കിണറ്റിലുണ്ട് എന്ന് പറഞ്ഞ് കാമാക്ഷി ദേവിയെ പ്രതിഷ്ഠിച്ചത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് പിന്നീട് കാഞ്ചി മഠം ഉണ്ടായത്. ഇങ്ങനെ ജൈത്രയാത്രയുടെ യാത്രയിടയിൽ എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ അവിടെയെല്ലാം ഓരോ ദിവസങ്ങൾ തങ്ങി അതിനെ സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ടാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ തൻ്റെ ജൈത്രയാത്ര തുടർന്നത്. എത്രയോ ആചാര്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാണ് സർവജ്ഞപീഠത്തിന് അദ്ദേഹം അർഹനായത്. അതിനാൽ ഹിന്ദുധർമ്മത്തിൻ്റെ സന്യാസിമാർക്കും സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ച ഒരു ശക്തമായ സേനയാണ് അക്കാഡകൾ. അത് അഗ്നി അക്കാഡ മുതൽ ആവാഹൻ അക്കാഡ മുതൽ ജുന അക്കാഡ വരെ എന്ന നിർമ്മൽ അക്കാഡ, ഇങ്ങനെ 13 അക്കാഡകൾ ഓതറൈസ്ഡ് ആയിട്ടും ഒരക്കാഡ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ടും രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 14 അക്കാഡകളാണ് ശരിയായ രീതിയിലുള്ള റെക്കഗ്നൈസ്ഡ് അക്കാഡകൾ. ഇപ്പം ഇതിൻ്റെ പ്രവർത്തനം ഹിന്ദു ധർമ്മത്തിന് എവിടെയെങ്കിലും ഒരു കോട്ടം വരികയോ ഏതെങ്കിലും ഒരു സന്യാസിക്ക് ആക്രമിക്കപ്പെടുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ആശ്രമങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറ്റുമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അക്കാഡ. അപ്പം അക്കാഡകൾ പൊതുവെ എല്ലാം ഉത്തരേന്ത്യയിലാണ് അധികവും. ദക്ഷിണ ഭാരതത്തിലേക്ക് അതിൻ്റെ ഒരു പ്രയാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. അതിന് കാരണം ജഗദ്ഗുരുവിൻ്റെ ഒരു ആചാര പദ്ധതിയിൽ ദക്ഷിണ ഭാരതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ അകത്തേക്ക് ജഗദ്ഗുരു ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ഒരു ഏകീകരിച്ചതായ പൂജാ പദ്ധതികളും മറ്റും നമുക്കുണ്ടെങ്കിലും അദ്ദേഹം തയ്യാറാക്കിയ സിസ്റ്റമാണ് ഇന്ന് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സ്ഥാനം ഇതുവരെ നൽകിയിട്ടില്ല. ഇത് ഒരു വൈരുദ്ധ്യമാണ്. അതിനാൽ അഖാഡകളെല്ലാം ശക്തമായ ഒരു ധർമ്മസേനയാണ്. ധർമ്മരക്ഷയും രാഷ്ട്രരക്ഷയും ഗോരക്ഷയും നടത്തുവാനാണ് സന്യാസിമാരുടെ കർത്തവ്യ നിർവഹണത്തിൻ്റെ അകത്ത് വരുന്നതായ ആകെയുള്ള ജോലി. തൻ്റെ അനുഷ്ഠാനവും സാധനയും പദ്ധതിയും എല്ലാം ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലും സമാജത്തിന് വേണ്ടി എന്ന കണക്കിൽ ഉണ്ടെങ്കിൽ അത് ധർമ്മരക്ഷയും രാഷ്ട്രരക്ഷയും ഗോരക്ഷയുമാണ്. ഈ കർത്തവ്യങ്ങൾ ചെയ്യാൻ ശക്തമായ ഒരു ചെറുപ്പക്കാരുടെ സേന വേണം. ആ സേനയാണ് അഖാഡ. അത് ജ്ഞാനസമേതം എന്ന് വെച്ചാൽ വേദാന്ത പഠനവും മറ്റുമെല്ലാം നടത്തി ശരിയായ ഏതൊരു ധാർമ്മിക ചോദ്യം വന്നാലും അതിന് മറുപടി പറയാവുന്ന രീതിയിൽ അവർ ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അയക്കാറ്. ഒരു പരിശീലനം, അല്ലാതെ ഒരു സന്യാസി ഇറങ്ങി വന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ മിഷണറികളെല്ലാം തന്നെ ചിന്മയ മിഷനുണ്ട്, ആർഷവിദ്യ ഗുരുകുല സമ്പ്രദായമുണ്ട്, ഡിവൈൻ ലൈഫ് സൊസൈറ്റി ഉണ്ട്, കൈലാസാശ്രമമുണ്ട്. അവിടെ എല്ലാം തന്നെ 2 വർഷവും 3 വർഷവും 4 വർഷവും അല്ലെങ്കിൽ ചെറിയ കോഴ്സാണെങ്കിലും ഒരാൾ
ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഹിന്ദുധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ശക്തമായിട്ടുള്ള ഒരാളെയാണ് അയക്കുകയുള്ളൂ. ഇതാണ് അഖാഡയുടെ പ്രധാനമായ പ്രവർത്തനങ്ങൾ. പിന്നീട് അഖാഡ, ആവാഹൻ അഖാഡ എന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും പുരാതനമായ 2 അഖാഡകളാണ്. ഒന്ന് ആവാഹൻ അഖാഡ, പിന്നെ ഒന്ന് ജുന അഖാഡ. നിർമ്മൽ അഖാഡയൊക്കെ പിന്നീട് അതിൽ നിന്ന് ഇത് ചരിച്ചുണ്ടായതാണ്. സിഖ് സമ്പ്രദായത്തിലാണ് 3 അഖാഡകൾ ഉള്ളത്. അതുകൊണ്ട് ശ്രീ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ആധ്യാത്മിക നിലയിൽ സഹായിച്ച എല്ലാവർക്കും പ്രണാമം പ്രത്യേകം ഞാൻ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഈ മണ്ഡലേശ്വർ, മഹന്ത്, ഇതിൽ അഖാഡകളുടെ നിയന്ത്രണത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡുകളുണ്ട്. നമ്മളെങ്ങനെയാണോ നമ്മുടെ കോളേജിൽ +2 കഴിഞ്ഞു, ഗ്രാജുവേഷന് പോയി, പിന്നെ PGക്ക് പോയി, പിന്നെ അടുത്ത സെക്ഷന് പോയി, പിന്നീട് PhDക്ക് പോയി, ഇങ്ങനെ ഒരു സെക്ഷൻ ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അത്തരത്തിലുള്ള സ്റ്റഡികളിൽ ഏറ്റവും താഴെ വരുന്നതാണ് മഹന്ത്. ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർക്കും നൽകാവുന്ന ഒരു പദ്ധതിയാണ് മഹന്ത്. ഗൃഹസ്ഥ സമ്പ്രദായത്തിൽ വന്ന് നല്ല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് സമാജത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർക്ക് മഹന്ത് നൽകാം. മഹന്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ഡലേശ്വരാണ്. മണ്ഡലേശ്വർ പദവിയിൽ എത്തിയ ശേഷം അനേകം സന്യാസിമാർക്ക്, ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ 41, അപ്പോൾ മിനിമം ഒരു 41 ശിഷ്യന്മാരെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 41 ശിഷ്യന്മാരെ സംരക്ഷിക്കാനും അവർക്ക് വസ്ത്രം നൽകാനും അവരെ പഠിപ്പിക്കാനും അവരെ ജീവനോടുകൂടി നിലനിർത്താനും കഴിവുള്ള ഒരാളെയാണ് മണ്ഡലേശ്വർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അനേകം മണ്ഡലേശ്വരന്മാരുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ മഹാമണ്ഡലേശ്വർ ആയിക്കഴിഞ്ഞാൽ ഏതൊരു സംസ്ഥാനത്തിലാണോ ചുമതല കൊടുക്കുന്നത് ആ സംസ്ഥാനത്തിൽ ജില്ലകൾ തോറും മണ്ഡൽ മഹന്തുക്കളെ ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ സന്യാസ ദീക്ഷ എടുത്ത് സന്യാസിയായാൽ എല്ലാം ഉപേക്ഷിച്ച് ജോലിയൊന്നും ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ വലിയ വലിയ ചുമതലകളും ജോലികളുമാണ് സന്യാസിക്ക് വരുന്നത്. ഇവിടെ 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി ഗവൺമെൻറ്റിലാണെങ്കിൽ, മറിച്ച് സന്യാസി 24 മണിക്കൂറും ജോലിക്കാരനാണ്. ഏത് സമയം വിളിച്ചാലും പോകേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് മഹാമണ്ഡലേശ്വർ എന്ന പദവി ദക്ഷിണ ഭാരതത്തിലേക്ക് വളരെ നിർഭാഗ്യവശാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ബോംബെയിൽ ആശ്രമം സ്ഥാപിച്ചിട്ട് അദ്ദേഹം ഏറ്റവും ഉന്നതമായ 1008 മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാശികാനന്ദ സ്വാമിജി എന്ന് പറയും, സമാധിയായിപ്പോയി. അതുകൊണ്ട് മലയാളികൾ മണ്ഡലേശ്വരന്മാരായിട്ടില്ല എന്നല്ല, ഇതിനു മുൻപും അതായത് ഉത്തരഭാരതത്തിൽ ഋഷികേശ് എന്ന പ്രദേശത്ത് മലയാളി ആശ്രമം ഉണ്ടായിരുന്നു, തമിഴ്നാടുകാർക്കുള്ള ആശ്രമം ഉണ്ടായിരുന്നു, ആന്ധ്ര ആശ്രമം, ഇങ്ങനെ വേറെ വേറെ തരത്തിലുള്ള ആശ്രമങ്ങളായിരുന്നു. അതിൽ ഒരു മലയാളി ആശ്രമം സംഭവിച്ച സ്വാമി രാമാനന്ദ സരസ്വതി മഹാരാജ് എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായിട്ടുള്ളതായ ഒരു സന്യാസ ശ്രേഷ്ഠനായിരുന്നു, സമാധിയായിപ്പോയി. അദ്ദേഹം മഹാമണ്ഡലേശ്വരായിരുന്നു, 1008 മഹാമണ്ഡലേശ്വരായിരുന്നു. അപ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ട്. കുറച്ച് പേര് നമ്മൾ അറിയപ്പെടാത്ത മഹാമണ്ഡലേശ്വരന്മാരുണ്ട്. പിന്നെ കേരളത്തിലെ പല പ്രഗത്ഭരായിട്ടുള്ള സന്യാസിഷ്ഠന്മാരും മണ്ഡലേശ്വർ പദവി വേണ്ട, കാരണം ഒരുപാട് അസ്വാതന്ത്ര്യം വന്നു ചേരും മണ്ഡലേശ്വർ പദവിയിലേക്ക് വന്നാൽ. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരുപാട് പേരുണ്ട്. സ്വാമിജി മഹാരാജ്, ചിന്മയാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ ദയാനന്ദ സ്വാമിജിമാരൊക്കെ, അവർക്കൊക്കെ മണ്ഡലേശ്വർ പദവി വന്നപ്പോൾ വേണ്ട, ശരിയാവില്ല, നമുക്ക് എല്ലാ മാസവും യാത്ര, ഫ്ലൈറ്റ് യാത്ര, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പാലിക്കാൻ പറ്റാതെ വരുന്നതിനാൽ അവരെല്ലാം അത് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചവരുണ്ട്. അതുകൊണ്ട് മണ്ഡലേശ്വരന്മാർ, മഹാമണ്ഡലേശ്വരന്മാർ എന്നതെല്ലാം മഹന്തുക്കൾ എന്നുള്ളത് ഒരു സിസ്റ്റം ഓഫ് പ്രോട്ടോക്കോളാണ് എന്നുള്ളതാണ്. സ്വാമിജി, അങ്ങ് മഹാമണ്ഡലേശ്വരാണ്. ഒട്ടേറെ പേർക്ക് അങ്ങ് സന്യാസ ദീക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പെട്ടെന്ന് ഒരാൾക്ക് സന്യാസ ദീക്ഷ നൽകുന്ന ഒരു മഹാത്മാവാണെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് തോന്നുന്നു.
പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, നമ്മുടെ ഹിന്ദു സംഘടനകൾക്കും മറ്റു പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ബലിയർപ്പിച്ച് ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ആധ്യാത്മിക ജീവിതം നയിക്കണം എന്ന് ചിന്ത വരുമ്പോൾ അവരെ നമുക്ക് പോയിട്ട് പരിശോധിക്കാൻ സാധ്യമാണോ? നല്ല കാലം മുഴുവൻ സംഘടനകൾക്ക് നൽകി തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു 50 വയസ്സിന് ശേഷം ഇനി ആധ്യാത്മികമായിട്ട് കുറച്ച് നീങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ നമ്മൾ പരിശോധിക്കാൻ അർഹരാണോ? അല്ല. അതല്ലാതെ വരുന്നതായ സന്യാസ ദീക്ഷകളെല്ലാം തന്നെ വരുന്ന സ്വീകർത്താവിൻ്റെ ജാതകം നോക്കി, അതിൽ ഗ്രഹങ്ങളുടെ നില നോക്കി, ആ ഗ്രഹങ്ങളുടെ നിലയിൽ അവർക്ക് ഇന്ന കാലഘട്ടം കഴിഞ്ഞാൽ സന്യാസ ദീക്ഷ ഉണ്ട് എന്ന് പരിശോധിച്ച് രാശി വെച്ച് നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. എന്നാൽ ഹിന്ദു സംഘടനാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് സ്വയം സേവക വൃത്തി, വലിയ വലിയ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിച്ചവർ, അങ്ങനെയുള്ള പ്രവർത്തകരെല്ലാവരും തന്നെ ഓടി വരുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അവർ ജീവിതം മുഴുവൻ ഹിന്ദുധർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായതിനാൽ ഒന്നും നോക്കാതെ നൽകുന്നു എന്നതാണ് ഞാൻ ചെയ്യാറുള്ള കർത്തവ്യം. അത് ഭഗവാന്റെയും ഋഷി പരമ്പരയുടെയും അനുവാദവും അനുജ്ഞയും അനുഗ്രഹവും നേടിയതിനാലാണ് ചെയ്യുന്നത്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചായിരുന്നു ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോവുകയാണെന്ന് സൂചിപ്പിച്ചു. പക്ഷെ എന്നാൽ കഴിഞ്ഞ ആഴ്ച 140ാമത്തെ ഒരു വിദേശയാത്ര ജപ്പാനിൽ നടത്തിയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പം അങ്ങ് ഭാരതത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഭാരതത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രവർത്തിക്കുമ്പോഴും എന്ത് വ്യത്യാസമാണ് അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ 37 രാജ്യങ്ങളിൽ ധാർമ്മികമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വിജയകരമായി സാധിച്ചു എന്ന് പറയാം. ഇതുവരെ 410 പ്ലെയിൻ യാത്രകൾ എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വിദേശത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ ഭക്തന്മാരുടെ വീടുകളിൽ താമസിക്കാൻ വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ വെജിറ്റേറിയൻ ഫാമിലീസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊന്നാമത്തെ ഒരു കാരണം. രണ്ടാമത്തേത്, ഭാരതത്തിൽ നമ്മൾ ചെയ്യുന്നതായ മുഴുവൻ ശൗചപ്രവർത്തികൾ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. കൈകാലുകൾ എല്ലാ സമയത്തും നനയ്ക്കൽ, അല്ലെങ്കിൽ മറ്റു ശൗചപ്രവർത്തികൾ, സന്യാസിമാർ ചെയ്യേണ്ടതായ പ്രവർത്തികൾ, മലമൂത്രാദി വിസർജനങ്ങളിൽ ശേഷം ചെയ്യേണ്ടതായ പ്രത്യേകമായ ചില കാര്യങ്ങൾ എല്ലാം തന്നെ വിദേശ യാത്രകളിലോ വിദേശത്ത് ഓടി നടക്കുമ്പോഴോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മലേഷ്യയിലും ശ്രീലങ്കയിലും ഒഴിവാക്കിയാൽ ഈ 2 രാജ്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. സിംഗപ്പൂരിലും ബാക്കിയുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായ ധാർമ്മിക പ്രവർത്തനങ്ങളെ നമുക്ക് നടത്താൻ പറ്റും. മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ധർമ്മപ്രചരണമായിട്ട് നമ്മൾ നടത്തുന്നതായ സത്സംഗങ്ങളും മറ്റും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം അവിടുത്തെ വാച്ച്മാൻ പിടിപെടുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. പിന്നെ 50 പേരുടെ കൂട്ടത്തിൽ കൂടുതൽ ഒരു സഭ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കൂടിയാൽ അത് CID വന്ന് അത് റിപ്പോർട്ട് എടുക്കും. അപ്പോൾ സത്സംഗം പറയാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് വിദേശത്ത് നമ്മൾ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് ആദ്യം തന്നെ CD ആക്കി അത് അയച്ചു കൊടുക്കണം. അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹം വരുന്നത് മതപ്രചരണത്തിനല്ല എന്ന് ബോധ്യമാക്കിയാലേ എമിഗ്രേഷൻ ചെയ്ത് അകത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. അതുപോലെ ധാർമ്മികമായ ഗ്രന്ഥങ്ങളും മറ്റും ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കസ്റ്റംസ് നമ്മളെ പിടിക്കും. ഒരുപക്ഷെ ശ്രീലങ്കയ്ക്കും മലേഷ്യയ്ക്കും ബുദ്ധിമുട്ടില്ല, സിംഗപ്പൂരിലും. മറിച്ച് അതല്ലാതെയുള്ളതായ ഏത് രാജ്യങ്ങളിലേക്കാണെങ്കിലും ഈ ധാർമ്മികമായ മതപ്രവർത്തനങ്ങൾ എന്ന പേരിലോ
അല്ലെങ്കിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ എന്ന പേരിലോ നമുക്ക് നടത്താൻ ശരിയായ രീതിയിലുള്ളതായ ഓപ്പൺ പെർമിഷൻ ഇല്ല. എന്നാൽ മോദിജിയുടെ കഴിവ് കൊണ്ടും ജൂൺ 21 യോഗ ഇൻ്റർനാഷണൽ ദിവസം എന്ന ഒരു അംഗീകാരം 192 രാഷ്ട്രങ്ങൾ ചെയ്തതിനാൽ യോഗയുമായി സംബന്ധിച്ചതായ കോൺഫറൻസുകളും ഗ്ലോബലൈസേഷൻ ഓഫ് യോഗയ്ക്കും വേണ്ടിയുള്ളതായ അനേകം പ്രവർത്തനങ്ങളിൽ പോകാൻ സാധിക്കുമ്പോൾ അവിടെയും നമ്മൾ ഒരു പ്രത്യേക നിയമാവലികൾ പരിപാലിച്ചുകൊണ്ടേ നമുക്ക് നടത്താൻ സാധിക്കും. അതിനാൽ സന്യാസി ശ്രേഷ്ഠന്മാർ വിദേശ യാത്രകൾ നടത്താതിരിക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെ പറയാം. ഇപ്പം അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുന്നതായ ഒരു സന്യാസി ശ്രേഷ്ഠൻ 4 മണിക്കൂർ ഇവിടെ നിന്ന് ദുബായിലേക്കും അവിടെ നിന്ന് 16 മണിക്കൂർ ലോസ് ആഞ്ചലീസിലേക്കും പറക്കുകയാണെങ്കിൽ 16ഉം 4ഉം 20 പ്ലസ് എയർപോർട്ടിലുള്ളതായ സമയം കൂട്ടിയാൽ ഒരു ദിവസം മുഴുവനും എയർപോർട്ടിലാണ്, ഭൂമിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആശ്രമത്തിലുള്ള സമയത്ത് നമ്മൾ പരിപാലിക്കുന്ന നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ സാധ്യമല്ല. ഇത്തരത്തിൽ തന്നെയാണ് വിദേശത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്തും പലയിടത്തും എല്ലായിടത്തും നമുക്ക് വലിയ രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ ഇട്ടുകൊണ്ട് പോകാൻ സാധ്യമല്ല പലയിടത്തും. ഇപ്പോൾ കാവി കളറുള്ളതായ കോട്ടും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ധർമ്മപ്രചരണം എന്ന ഒരു വിഷയം സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാർക്ക് എളുപ്പമേ അല്ല. എന്നാൽ ഓൺലൈനിലൂടെയും മറ്റും വാട്സപ്പിലൂടെയും എല്ലാം ക്ലാസ്സുകൾ കൊടുക്കലും അതെല്ലാം ഒരു പരിധിവരെ മീഡിയകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ നമ്മൾ ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രം മുതൽ പാറമേക്കാവ് വരെ ഒരു പദയാത്ര അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു പരിപാടി മറ്റൊരു രാജ്യത്ത് നമുക്ക് നടത്താൻ സാധ്യമല്ല. മലേഷ്യയിൽ പോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന തൈപ്പൂയത്തിന് ബട്ടു കേവ്സ് എന്ന് പറയുന്നതായ മുരുകക്ഷേത്രത്തിൽ നിന്നും നേരത്തെ ഭക്തജനങ്ങൾ കുടങ്ങളുമായി, അഭിഷേക കുടങ്ങളുമായിട്ട് അനേകം വന്നിരുന്നു. പക്ഷെ അതെല്ലാം ഗവൺമെൻറ് ഇപ്പോൾ ബാൻ ചെയ്തു. ഇത്തരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പല നാടുകളിലും ഉണ്ട്. എന്നാൽ ആ നാടുകളിലെല്ലാം നല്ല രീതിയിൽ സത്സംഗങ്ങളും മറ്റും നടക്കാറുണ്ട്. പക്ഷേ അത് അവിടുത്തെ നിയമാവലികളും മറ്റും പരിപാലിച്ചു കൊണ്ടാണ് എന്നതിനാൽ എളുപ്പമല്ല ധർമ്മപ്രചരണം മറ്റു രാജ്യങ്ങളിൽ. മാത്രമല്ല അതിന് പോകുന്നതായ ആചാര്യന്മാർക്കും എല്ലാ തരത്തിലുള്ളതായ രീതിയിൽ, ഇപ്പോൾ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം എങ്കിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അന്വേഷിച്ച് നടക്കണമെങ്കിൽ എത്ര പടിയാണ്. ലണ്ടൻ നഗരത്തിൽ പോയി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ഭക്ഷണത്തിന് ഏകദേശം 18 മുതൽ 16 പൗണ്ട് വരെ കൊടുക്കണം. ഒരു പൗണ്ട് ഏകദേശം 100 രൂപയാണ്. ഒരു നാളികേരം 5.5 പൗണ്ടാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി എന്താണ് നിലവാരം എന്ന്. ഇനി ഇതിലൂടെ ധാർമ്മികമായിട്ട് ആചാര്യന്മാർ നിലനിൽപ്പിലൂടെ സമ്പാദിക്കാറില്ലേ? ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ വിദേശത്തിലുള്ള ഭക്തജനങ്ങളിൽ നിന്നല്ല, വിദേശത്ത് കഴിയുന്നതായ ഹിന്ദുക്കളിൽ നിന്നാണ്. പ്രവാസി മലയാളി എന്നൊക്കെ പറഞ്ഞ് അവരുടെ എല്ലാം പ്രോഗ്രാമുകളിൽ പോയിട്ടും മറ്റും അവരുടെ എല്ലാം ഡൊണേഷൻ കൊണ്ടുമാണ് നമ്മളെല്ലാ ഒരുവിധം പല ആശ്രമങ്ങളും ഓടുന്നത്. അതൊന്നും തന്നെ വിദേശ മണിയല്ല, മറിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന അധ്വാനശീലരായ നമ്മുടെ ഹിന്ദുക്കളുടെയാണ്. നമ്മൾ അങ്ങേ പലയിടത്ത് വെച്ച് കാണുമ്പോഴും ഗുരുവാരാണ് ശിഷ്യനാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം സാധാരണ ആശ്രമങ്ങളിൽ പോകുമ്പം ഗുരു പ്രത്യേക ഒരു സ്ഥലത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, എല്ലാവർക്കും അടുത്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയോടടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥയില്ല. അങ്ങ് എല്ലാവരോടും ഇടപഴകി ഒത്തുചേർന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്.
അപ്പോൾ അത് അങ്ങേ ബോധപൂർവം അങ്ങനെ നിൽക്കുന്നതാണോ അതോ അങ്ങയുടെ ശൈലി തന്നെയാണോ ഇങ്ങനെ ഒരു സമീപനം? ഇതിൽ വളരെ വിശാലമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഗുരുനാഥൻ എന്നുള്ള ഒരു പദവിയിൽ ഗുരുവായി നിൽക്കുന്നതിന് കാരണം ശിഷ്യന്മാരാണ്. മകനുള്ളത് കൊണ്ടാണ് അച്ഛനെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പം മകനാണ് അച്ഛനെ അച്ഛനാക്കുന്നത് സത്യത്തിൽ. അപ്പം ഈ മകനല്ലേ ആദരിക്കപ്പെടേണ്ടത് സത്യത്തിൽ? എന്ന പോലെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഗുരുനാഥൻ്റെ രത്നങ്ങളും വൈരങ്ങളും ആണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ ഒരു പാരമ്പര്യ പ്രവർത്തനങ്ങൾ ശരിയായ ആധ്യാത്മിക തലത്തിൽ വരുമ്പോഴാണ് ഗുരുനാഥൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ സന്യാസദീക്ഷ സ്വീകരിച്ച് സന്യാസദീക്ഷ കൊടുക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ എൻ്റെ ശിഷ്യന്മാർക്ക് എന്നേക്കാൾ പദവികൾ നൽകിക്കൊണ്ട് അവരുടെ ഉയർച്ച ഏറ്റവും കൂടുതൽ നന്നായി ആഗ്രഹിക്കുകയും ശിഷ്യന്മാരുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ശിഷ്യകൾക്ക് വേണ്ടിയിട്ട് കാര്യക്രമങ്ങൾ പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തി ബാനർ വരെ ഒട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പല ഗുരുക്കന്മാരും ശിഷ്യന്മാരെ വളരാതിരിക്കാൻ പരിശ്രമിക്കുന്നതായ ഒരുപാട് പാരമ്പര്യ ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഞാൻ ഗുരുവായിത്തീരുന്ന സമയത്ത് ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം വരാൻ പാടില്ല. മറിച്ച് എന്നേക്കാൾ പദവിയിൽ എത്താനായിട്ട് നമ്മളല്ലേ നമ്മുടെ ശിഷ്യന്മാരെ വളർത്തേണ്ടത്. അതിനാൽ ഏതൊരു പ്രഭാഷണ പരമ്പരയ്ക്കോ ഞാൻ പോയാലും എൻ്റെ കൂടെ ഏതൊക്കെ ശിഷ്യന്മാരുണ്ടോ അവർക്കെല്ലാം തന്നെ ചാൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് കിട്ടാത്ത ചോദ്യങ്ങളും മറ്റുമൊക്കെ വരുമ്പോഴാണ് ഞാൻ കയറി പ്രഭാഷണം നടത്താറുള്ളത്. അത്തരത്തിൽ ഒരു പ്രവർത്തനം എല്ലാ ഗുരുക്കന്മാരും ചെയ്യുകയാണെങ്കിൽ ഭാരതത്തിൽ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ ഒരു അഗാധമായ തത്വം സാധാരണക്കാരുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഡിസേർവ്ഡ് ആൻഡ് റിസർവ്ഡ് എന്ന് കണക്കിൽ വേറെ വേറെ വരുമ്പോൾ ഒരു അന്യത വരികയും ഒരു കുടുംബക്കാരോടോ അല്ലെങ്കിൽ ഒരു നാട്ടുകാരോടോ അവിടുത്തെ ഒരു ഗുരുനാഥൻ മിണ്ടിയില്ല, കാര്യങ്ങൾ ചോദിച്ചില്ല എന്ന ഒരു കംപ്ലൈൻറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഒരു നാട്ടിൽ താമസിക്കുന്നതായ ഒരു ഗുരുനാഥന് അല്ലെങ്കിൽ ഒരു സന്യാസി ശിഷ്യന് ആ നാട്ടിലുള്ള ഹിന്ദു കുടുംബക്കാരെയും അവരുടെ പ്രശ്നങ്ങളെയും അറിയില്ല എങ്കിൽ പിന്നെ എന്ത് ഹിന്ദുധർമ്മ പ്രവർത്തനമാണ് നടത്തുന്നത്? ഒരു പിറന്നാളിന് വിളക്ക് കത്തിക്കാൻ വേണ്ടി വിളിച്ചാൽ ആശ്രമത്തിൽ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതായ സ്വാമിമാരെ ഈ സമൂഹത്തിന് എന്താ ഉപകാരം അവരെ കൊണ്ട്? സമാജത്തിലുള്ള ഒരു കാര്യങ്ങൾ ആവശ്യം വന്നാൽ അർഹത ഉള്ളതായി നമുക്ക് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ഓടിപ്പോയി ചെയ്യുകയാണ് വേണ്ടത്. അപ്പോഴാണ് സാധാരണക്കാരൻ്റെ ജീവിത ശൈലിയും അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഈ സന്യാസി ശ്രേഷ്ഠന് മനസ്സിലാവുക. അപ്പോൾ ധർമ്മപ്രവർത്തനം എന്നത് ഘർ ഘർമേ എന്ന കണക്കിൽ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഗുരുവും ശിഷ്യനും വ്യത്യാസമില്ലാതെ പ്രചാരപ്രവർത്തികൾക്കും ധാർമ്മികമായ പരിശീലനം നടത്തുന്നതിനും കഠിനമായി പരിശ്രമിച്ചാലേ ആശ്രമവും പ്രസ്ഥാനവും സന്യാസ ദീക്ഷയും വിജയിക്കൂ. ഇപ്പോൾ ഗുരുനാഥൻ ശിഷ്യന് ഉയർന്ന സ്ഥാനം കൊടുത്തതുകൊണ്ട് ഗുരു പാരമ്പര്യത്തിൽ ഈ ഗുരുവാണ് ആദരിക്കപ്പെടുന്നത്. ഈ ഗുരുവിൻ്റെ ജ്ഞാനമോ മോക്ഷ പരിശീലനമോ ഒന്നും കവർന്ന് ശിഷ്യൻ തട്ടിക്കൊണ്ടുപോകില്ല. അതായത് ഗുരുവിനുള്ളതായ ഗുരുത്വവും ഗുരുവിനെ സംരക്ഷിക്കപ്പെടുന്നതും ഗുരുപരമ്പരയിൽ അവരുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ ശിഷ്യൻ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊന്നും ഗുരുവിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അത് അവൻ്റെ കർമ്മഫലമായിട്ട് മാത്രമേ പോവൂ. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിൽ
ഇളകുകയില്ല, ഇളകപ്പെടാനും പാടില്ല. എന്നാൽ ശിഷ്യനെ ഉയർത്തുന്ന കാര്യത്തിൽ തൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഗുരുനാഥന്മാർ തയ്യാറാകണം. അതുകൊണ്ടാണ് ഇന്ദ്രന് പോലും നട്ടെല്ല് ആയുധമാക്കാനുള്ള ഒരു ചാൻസ് ഒരു ഋഷിയാണ് നൽകിയത്, അല്ലേ? അപ്പോൾ ഋഷി പാരമ്പര്യവും ഋഷീശ്വരന്മാരുടെ പ്രവർത്തനവും ഇല്ലെങ്കിൽ ഈ ഭാരതഭൂമി തകർന്നു തരിപ്പണമാവുന്നില്ലേ? പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ ആ ഉപേക്ഷിക്കപ്പെട്ടതായ പൂർണ്ണ ഗർഭിണിയായ ഈശ്വരാവതാരത്തിൻ്റെ ഗർഭം നോക്കിയതും പ്രസവിപ്പിക്കുകയും ചെയ്ത് കുട്ടികളെ വളർത്തിയതും എല്ലാം ഒരു ഋഷിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് കുടുംബപരമായ ആവശ്യങ്ങൾ വരുമ്പോൾ ഗുരുവിനും ശിഷ്യനും ഭേദം നോക്കാതെ ഓടിപ്പോയി ഹിന്ദുധർമ്മത്തിൻ്റെ കുടുംബങ്ങളെ സംരക്ഷിക്കണം എന്നതിനാലാണ് ഇത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനം നടത്താറുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജ്ഞാനമോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുത്വമോ കവർന്നൊന്നും പോവില്ല. ഇത് ഓരോ സന്യാസിയും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ശിഷ്യന്മാരെ വളർത്താതിരിക്കുക, ശിഷ്യന്മാർക്ക് ചാൻസ് കൊടുക്കാതിരിക്കുക, ശിഷ്യന്മാരെ ഇടിച്ചു തള്ളുക, മറ്റുള്ളവരുടെ സഭകളിലും മറ്റുമല്ല അവനവൻ്റെ ശിഷ്യന്മാരെ കുറ്റം പറയുക. സന്യാസിയുടെ ധർമ്മം ഏറ്റവും പ്രധാനമായിട്ട് ആദരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യാം. അതുപോലെ ഒരു ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെയും കുറ്റങ്ങൾ പറയുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്യരുത്. ഒരു സന്യാസി ശ്രേഷ്ഠന്മാരെയും അനാദരിക്കാനും പാടില്ല. ഈ പ്രവർത്തനങ്ങൾ ലാളിത്യത്തോടുകൂടി എളുപ്പമായി ചെയ്യണമെങ്കിൽ ഈ ഭേദഭാവന ഇല്ലാതെ ഒന്നിച്ചൊരു കെട്ടായി ഗുരുവും ശിഷ്യനും സമൂഹ സേവയ്ക്ക് എന്ന കണക്കിൽ ഇറങ്ങണം. അതുപോലെ തന്നെയാണ് ഇവിടെ ഔദൂജിയും നമ്മൾ ശിഷ്യന്മാരും കൂടെ പോകുമ്പോൾ ആരാണ് ഗുരു ആരാണ് ശിഷ്യനെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരും. ശരിക്കും നമുക്ക് ഒരു മാതൃക തന്നെയാണ് അങ്ങേ പോലുള്ളവരും. ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെ വിവേകാനന്ദനെ ആ ഒരു രീതിയിൽ തയ്യാറാക്കി പുറത്തേക്ക് എത്തിച്ചപ്പോൾ ആ ഗുരു തന്നെയാണ് അറിയപ്പെടുന്നത്. ശരിക്കും ആ ഗുരുപരമ്പരയെ തന്നെയാണ് ശിഷ്യരിലൂടെ അറിയപ്പെടുന്നത് എന്നുള്ള സത്യം തന്നെയാണ്. തീർച്ചയായും നല്ലൊരു മാതൃക തന്നെയാണ് അംഗങ്ങൾ സാധകർക്ക്. സ്വാമിജി, കലിയുഗത്തിലെ നാമജപത്തിനാണ് പ്രസക്തി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങ് ഒട്ടനവധി യാഗങ്ങളും ഹോമങ്ങളും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? പ്രണാമം. വളരെ നല്ല ഒരു ചോദ്യമാണ്. യുഗങ്ങൾ 4 കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗത്തിൽ 480 വയസ്സും ത്രേതായുഗത്തിൽ 360 വയസ്സും ദ്വാപരയുഗത്തിൽ 240 വയസ്സും കലിയുഗത്തിൽ 120 വയസ്സുമാണ് ശാസ്ത്രങ്ങളാൽ മാനവരാശിക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിശക്തമായ ഒരു സംശയം ഇവിടെ വരുന്നത്, കൃതയുഗത്തിൽ അഗ്നികർമ്മങ്ങൾ ഗംഭീരമായി നടക്കുകയും ത്രേതായുഗത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും നടക്കുകയും ദ്വാപരയുഗത്തിൽ ക്ഷേത്രങ്ങൾ വരികയും കലിയുഗത്തിൽ നാമജപവും മാത്രം മതി എന്നുള്ളതായ ഒരു നിർബന്ധ തെറ്റായ ധാരണയാണ് ഇതിന് കാരണം. ഋഗ്വേദികളുമായി ബന്ധപ്പെട്ടതായ സ്തുതികളും ആ സ്തുതികൾക്ക് തക്കതായിട്ടുള്ളതായ സൂക്തങ്ങളും യജുർവേദവുമായി ബന്ധപ്പെട്ട് വന്നതായ യാഗങ്ങളും യജ്ഞങ്ങളും ഉപാസനാകാന്ഡമായി പിന്നീട് വന്നതായ ക്ഷേത്രാരാധനയും ഇതെല്ലാം ചേർത്ത ശേഷം നാമം ജപിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? മന്ത്രങ്ങൾ ചൊല്ലുകയും അതിന് തക്കതായ അഗ്നികർമ്മങ്ങൾ ചെയ്യുകയും അതിനു വേണ്ടതായ ധ്യാന ഉപാസനകളും മറ്റും നടത്തിയ ശേഷം
മനസ്സിൻ്റെ നിശ്ചലത്വത്തിനും അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം തടയാനുമായി കലിയുഗത്തിൽ നാമം ചൊല്ലിയാൽ മാത്രം മതി എന്നാണ്. എന്നാൽ നാമം ചൊല്ലിയാൽ മാത്രം മതി എന്ന് മാത്രം നമ്മൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം തള്ളിക്കും. ഇതാണ് ബേസിക് അബദ്ധം എന്ന് പറയുന്നത്. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് പലരും മുതലെടുക്കുകയും തുടങ്ങി എന്നുള്ളതാണ്. നാമം ചൊല്ലണമെങ്കിൽ അതിനൊരു മൂർത്തി വേണ്ടേ, ഒരു മന്ത്രം വേണ്ടേ? അപ്പോൾ ഒരു മന്ത്രശാസ്ത്രം വന്നു, മൂർത്തി എന്ന കണക്കിൽ അത് തന്ത്രശാസ്ത്രം വന്നു. പിന്നെ ചൊല്ലുക എന്ന പ്രക്രിയ നാമം ആണെങ്കിലും ഒന്നുകിൽ ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അവനവൻ കേൾക്കുന്നത് ചൊല്ലും, അല്ലെങ്കിൽ മാനസിക ജപം ചെയ്യും. അപ്പോൾ ഉപാംശു ആണെങ്കിലും വൈഖരിയാണെങ്കിലും മാനസിക ജപമാണെങ്കിലും അതിന് ശരീര മന ബുദ്ധി ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കണം. അപ്പം അവിടെ വേദാന്തപരമായ കാര്യങ്ങൾ വന്നു. ചൊല്ലേണ്ട മന്ത്രം ഏത് എന്നെടുക്കുമ്പോൾ വീണ്ടും വേദം നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അപ്പം നാമജപം എന്ന് പറയുന്നത് വെറുതെ ഏതോ ഒരു ഹരേ രാമയോ അല്ലെങ്കിൽ നമഃശിവായോ ചൊല്ലി 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 ഒരു അന്തരീക്ഷ മലിനീകരണം തടയലല്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ജപം വരണം. അപ്പോഴാണ് ജകാരോ എന്ന കണക്കിലും പകാരോ പാപമുച്ഛത എന്ന കണക്കിലും ജകാരോ ജന്മവിച്ഛേദ പകാരോ പാപമുച്ഛത എന്ന ജപം ശരിയായ രീതിയിൽ നടക്കുക. ഇപ്പോൾ വാചികമായ ജപം, മാനസികമായ ജപം, പിന്നെ അവനവൻ മാത്രം കേൾക്കുന്ന രീതിയിലുള്ളതായ ജപം. അപ്പോൾ ഈ 3 തരം ജപവും നമഃശിവായ മന്ത്രമാണെങ്കിലും ഹരേരാമ മന്ത്രമാണെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിത്തറയായിട്ട് നേരത്തെ പറഞ്ഞ പ്രക്രിയകളെല്ലാം ഉണ്ടാവണം. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു പണിക്കാരൻ ഒരു കല്ല് പൊട്ടിക്കുന്നു. വളരെ ഭീകരമായ ഒരു ഭീമൻ കല്ലാണ്. കുറേ പേര് അത് കാണുന്നുണ്ട്. ഇയാൾ അടിച്ചു പൊട്ടിക്കാൻ പരിശ്രമിച്ചിട്ടും പൊട്ടുന്നില്ല. അപ്പോൾ കുറച്ച് പേര് അത് നോക്കി നിന്നു, കുറച്ച് പേര് തിരിച്ചു പോയി. അപ്പോൾ ഇദ്ദേഹം അനേകം തവണ, ഒരു 40 തവണയെങ്കിലും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും കല്ല് പൊട്ടിയില്ല. അപ്പോൾ ഈ പണിക്കാരൻ കുറച്ച് വിശ്രമിച്ച് നല്ല ശക്തമായ വെള്ളമെല്ലാം കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് ഭീകരമായി ഒറ്റടി അടിച്ചു. ആ ഒറ്റടി അടിച്ചപ്പോൾ അത് പൊട്ടി. അപ്പോൾ പുതുതായി വന്ന് കാണുന്നവരെന്താ വിചാരിക്കുന്നത്? അയ്യോ, ഈ പണിക്കാരൻ എത്ര നല്ല ആളാട്ടോ, ഒരൊറ്റടിക്ക് കല്ല് പൊട്ടിച്ചു. മറിച്ച് നേരത്തെ അടിച്ചതായ അടികളൊന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല. ഇതുപോലെ ആന്തരികമായ സാധനാ പദ്ധതികളും ബാഹ്യമായ ക്രിയാകർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നാമം ചൊല്ലിയാൽ മതി എന്നാണ് കലികാലത്തിൻ്റെ വൈഭവത്തിൽ പറയുന്നതായ അർത്ഥം. അല്ലാതെ കലികാലത്തിൽ വെറും നാമം ചൊല്ലിയിട്ട് മാത്രം രക്ഷപ്പെടുകയാണെങ്കിൽ പ്രിൻറ്റിങ് പ്രസ്സുകാരനും പേപ്പർ അടിക്കുന്ന ആളുമൊക്കെ എത്ര നാമമാണ് ചൊല്ലുന്നത്? ആർക്കെങ്കിലും ആധ്യാത്മികമായ ചിന്തയോ മറ്റോ വരാറുണ്ടോ? ഇല്ല. അപ്പം ഇത് തെറ്റായി ധരിച്ചിരിക്കുകയാണ്. കർമ്മവും ക്രിയയും ഉപാസനവും ഇല്ലാത്തതായ നാമജപവും അതിനെ ചേർത്തുകൊണ്ടുള്ളതായ നാമജപവും എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. സ്തുതികളും സ്തോത്രങ്ങളും ക്രിയാകാന്ഡവും ഉപാസനാകാന്ഡവും ശരിയായ രീതിയിൽ ചെയ്ത ശേഷം കലിയുഗത്തിൽ നാമജപം ചെയ്താൽ ആ നാമജപത്തിന് ഫലമുണ്ടാകും എന്നാണ്. സ്വാമിജി, ഒരു വിരോധാഭാസം എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നോർത്തിൽ പോകുമ്പോഴത്തേക്ക് അവിടെയുള്ളവർ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ വിസിറ്റിന് പോകുമ്പോൾ തന്നെ നിങ്ങൾ ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നാണല്ലോ, കാലടിയിൽ നിന്ന് ഒരു സന്യാസി ഇവിടെ ഉണ്ടല്ലോ, മഹാത്മാവായിട്ടുള്ള ശങ്കരാചാര്യ, അവരുടെ നാട്ടിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ സ്വീകരിക്കുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദിശങ്കരാചാര്യർക്ക് അർഹിക്കുന്ന ഒരു ബഹുമാനം കിട്ടിയിട്ടില്ല? ഇത്
വളരെയധികം അപമാനകരമായ ചില പ്രസ്താവനകളാണ് ഇതിന് കാരണം. ഒന്ന്, ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ളതായ ചില കഥകളാണ് ഇതിൻ്റെ ഒരു അടിത്തറ ഇല്ലാതാക്കി തീർത്തത്. കാലടിയിൽ അമ്മയുടെ സമാധി പ്രതിഷ്ഠിക്കുകയും കാലടി ഒരു പുരോഗമനവും ഇല്ലാതെ കുറേ കാലം കിടക്കുകയും ചെയ്തിരുന്നു. ശൃംഗേരി മഠമാണ് സ്വന്തം പണം മുടക്കി കാലടിയാക്കി തീർത്തത്. അതുപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദർ ജനിച്ചു എന്ന് പറയുന്നതായ ഇല്ലം അന്യാധീനപ്പെട്ട് പോകുന്നതായ ഒരു കാലഘട്ടം വന്നപ്പോൾ വെളിയനാട് എറണാകുളം ജില്ലയിൽ ആണിത്. ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ പൂജനീയ ചിന്മയാനന്ദ സരസ്വതി മഹാരാജാണ് അത് മൊത്തം വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ ആദിശങ്കര ഭഗവത്പാദരുടെ ആ മൂലസ്ഥാനം എന്ന നിലയിൽ അതിനെ സ്ഥാപിച്ചത്. അപ്പോൾ കേരളത്തിൽ ഈ ഗതി വന്നത് ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കപ്പെടുന്നില്ല എന്ന കാരണത്തിലാണ്. അതിന്നും അതുപോലെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. AD 820 ശേഷം ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പേരിൽ മലയാള വർഷം 5 വർഷം കഠിനമായി പരിശ്രമിച്ച ശേഷമാണ് 825 കൊല്ലത്ത് വെച്ച് 17 പേരടങ്ങുന്ന ഒരു സദസ്സിൽ ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് കൊല്ലവർഷം എന്ന പേരിൽ മലയാള വർഷം ആരംഭിച്ചത്. കൊല്ലവും വർഷവും അപ്പോൾ രണ്ടും വിരോധാഭാസമല്ലേ? കൊല്ലത്ത് നിന്ന് ആരംഭിച്ച വർഷം എന്നാണ് മനസ്സിലായി. അത് മലയാളികൾക്ക് പോലും ഇന്ന് അതറിയില്ല. മലയാള അക്ഷരം എങ്ങനെയായിരുന്നു? മലയാളത്തിൻ്റെ പഴയ കലണ്ടർ എടുത്ത് നോക്കിയാൽ മലയാള അക്ഷരം കാണാം. മലയാള മാസം ശരിയായ രീതിയിൽ ചൊല്ലാൻ അറിയാത്തതായ ഹിന്ദുക്കളാണ് ഇന്നുള്ളത്. പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും നമുക്ക് മാറി ചൊല്ലി 14-ാം ദിവസം വാവ് വരുന്നു, അടുത്ത 14-ാം ദിവസം പൗർണമി വരുന്നു എന്ന ബേസിക് റിക്വയർമെൻറ്റ് പോലും നമുക്ക് പലർക്കും ഇന്ന് ഇല്ല. ഇതിന് കാരണം ശരിയായ രീതിയിലുള്ളതായ പരിശീലനമോ പഠനമോ ഹിന്ദുധർമ്മത്തിൻ്റെ കുട്ടികൾക്ക് നൽകാനുള്ള വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ്. സ്വതന്ത്ര ഭാരതം സ്വതന്ത്രമായി എന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അടിമപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെച്ചതായ വൈസ്രോയി ആണെങ്കിൽ അയാളെ തന്നെ വീണ്ടും സ്വതന്ത്ര ഭാരതത്തിൻ്റെ വൈസ്രോയി ആക്കേണ്ട ആവശ്യം എന്താ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് വിഷയങ്ങളിൽ തനതായ ഹിന്ദുധർമ്മത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനോ ചെലുത്താനോ കേരളക്കാർക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് സന്യാസിശ്രേഷ്ഠന്മാർ ഇവിടെ അനാദരിക്കപ്പെടുന്നത്. ആചാര്യശ്രേഷ്ഠന്മാർക്ക് ഇവിടെ ശരിയായ രീതിയിലുള്ളതായ അംഗീകാരമില്ലാത്തത്. ഏതൊരു ഫീൽഡ് എടുത്തു നോക്കിയാലും കേരളത്തിൽ ആദ്യം ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അനാദരവ് കിട്ടുകയും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവർ പ്രഗത്ഭരാകുമ്പോൾ ഇവിടെ വന്ന് വീണ്ടും അവർക്ക് ആദരവ് കൊടുക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജഗദ്ഗുരു ശങ്കരാചാര്യരെ ശരിയായ രീതിയിൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ ആദരവ് കൊടുക്കാത്തതിൻ്റെ ശാപമാണ് ഇന്നും ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശാപത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവശരീരം ശരിയായ വിധിയാവണ്ണം കത്തിക്കുവാൻ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ളതായ കുടുംബക്കാരെ അനുവദിച്ചില്ല. അവസാനം വാഴപ്പിണ്ടി കെട്ടിയിട്ട് തൻ്റെ തപസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം യോഗശക്തിയാലാണ് അതിനെ കത്തിച്ചത്. അന്ന് അദ്ദേഹം ഒരുപക്ഷെ ശപിച്ചിട്ടുണ്ടാവാം കേരളക്കരയിൽ ഒരിക്കലും ഗതി കിട്ടരുത് എന്ന്. ഒരുപക്ഷെ അതിൻ്റെ
ഒരു അനുഭവമാണ് പല ഭാഗത്തും സന്യാസിശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും ധർമാചാര്യന്മാരും എല്ലാം അനാദരിക്കപ്പെടുകയും, എന്തിനധികം പോസ്റ്റ് കാലിൽ കെട്ടിയിട്ട് താടിയും മുടിയും വലിച്ചു കീറി കാവ്യമുണ്ടിനെ കത്തിച്ച വരെയുള്ള സമ്പ്രദായങ്ങൾ, അതുവരെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നു. അതുകൊണ്ട് കേരളക്കരയെ നേരാക്കാൻ ഒരുപക്ഷെ ഈ വലിയ ശാപത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം എന്ന് ചിന്തിക്കാനേ നമുക്ക് സാധിക്കൂ. എന്നാൽ കേരളത്തിൻ്റെ ബോർഡർ കടന്നാൽ ഒരു സന്യാസി ശ്രേഷ്ഠൻ കിട്ടുന്നതായ ആദരവും ബഹുമാനവും ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അതിഗംഭീരമായിട്ട് ലഭിക്കപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ ഒരു സന്യാസി തിരുച്ചിയിൽ പോയാലോ മദ്രാസിൽ പോയാലോ കോയമ്പത്തൂർ പോയാലോ അയാൾ എത്രമാത്രം പൂവിട്ട് പൂജിക്കപ്പെടുന്നു എന്നുള്ളത് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രണാം. സ്വാമിജി, അങ്ങ് യോഗയിൽ PhD എടുത്തതാണ്. PhD എടുത്തത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഒട്ടേറെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഭാരതത്തിലെ യോഗയെ ഇൻസ്ട്രക്ടർമാരെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങ് അമേരിക്കയിൽ പോയി PhD എടുത്തത്? ഇത് നമുക്ക് ഓരോരുത്തരുടെയും യോഗമാണ്. പൊതുവെ ഓണററി ഡോക്ടറേറ്റ് മലേഷ്യൻ ഗവൺമെൻറ് തന്നിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടതായ ഒരു വിഷയത്തിൽ നേടുക എന്നത് ഗ്രാജുവേഷൻ ഉള്ള ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ യോഗ സർട്ടിഫിക്കറ്റിനാണ് എല്ലാ വിദേശ രാജ്യങ്ങളിലും നമുക്ക് ക്ലാസ് എടുക്കാനുള്ളതായ അർഹത ഉള്ളത്. അപ്പോൾ എനിക്ക് 20 വർഷമായിട്ട് അമേരിക്കൻ വിസ ഉണ്ട്. അമേരിക്കൻ വിസ ഉള്ളതായ ഒരു പാസ്പോർട്ടിന് ഒരുപാട് രാജ്യങ്ങളിൽ നേരിട്ടിറങ്ങി അവിടുന്ന് അപ്പോൾ അറൈവൽ വിസ വാങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അമേരിക്കൻ വിസയ്ക്ക് അത്രമാത്രം വാല്യൂ ഉണ്ട്. അമേരിക്കൻ വിസ കിട്ടണമെങ്കിൽ UK, അതായത് ലണ്ടനിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കോ നിങ്ങൾ ഇത്ര പ്രാവശ്യം ട്രാവൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും മറ്റും 50 പേജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെതായ ഒരു വാല്യൂ അനേകമാണ്. ഇപ്പോൾ ഏത് രാജ്യത്ത് എവിടെ നിങ്ങൾ പോവുകയാണെങ്കിലും ഡോളർ വാല്യൂ ആണ് നോക്കുക. അപ്പം അവിടെ കൊണ്ടുപോകേണ്ടതും ഡോളറാണ്. ജപ്പാനിലേക്ക് പോയി വന്നതായ ഞാൻ പറയുകയാണ്, യെന്നാണ് അവിടുത്തെ രൂപ. 0.67 റുപ്പീസാണ് അതിൻ്റെ വാല്യൂ. പക്ഷേ അവിടെ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ മണി കൊണ്ടുവരൂ, യെൻ തരാമെന്ന് ആരും പറയില്ല. അവിടെ ഡോളർ കൊണ്ടുവന്നിട്ട് വേണം മാറ്റാൻ. ഇംഗ്ലണ്ടിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും ഡോളർ മാറ്റിയിട്ടാണ് പൗണ്ട് ആക്കുന്നത്. യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ യൂറോ ആക്കി മാറ്റണമെങ്കിൽ ആദ്യം ഡോളർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഡോളറാണ് നമ്മളുടെ വാല്യുബിൾ മണിയാക്കിയിട്ട് പാസ്പോർട്ടിൽ വെക്കാറുള്ളത്. ഇപ്പോൾ വിദേശ യാത്ര ചെയ്യുന്നതായ ഒരാൾക്ക് അയാളുടെ പാസ്പോർട്ടിൽ എൻട്രിയിൽ ഇത്ര ഡോളേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാത്രമല്ല, യൂണിവേഴ്സിറ്റികളുടെ കണക്ക്, ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പലതും അവിടെയുണ്ട്. മാത്രമല്ല സന്യാസി ശ്രേഷ്ഠന്മാർ ഒരുവിധം ചാൻസ് കിട്ടിയാൽ തന്നെ ആദ്യം പോയി അവിടെ ക്ലാസ് എടുക്കുന്നത് അവിടെയാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ആ രാജ്യത്തെ ഇഷ്ടപ്പെട്ടത്. പിന്നെ നേരത്തെ ആ രാജ്യത്തിൽ ഞാൻ ജോലിയും ചെയ്തു. അപ്പം അതൊക്കെ കൊണ്ടാണ് യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക, മിയാമി, ഫ്ലോറിഡ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറേറ്റാണ് നമുക്കുള്ളത്. പിന്നെ ഒരുപാട് ആശ്രമങ്ങളിൽ ചെറിയ രീതിയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ നമ്മുടെ കൂടെ പഠിച്ചവർ പലരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും സഹായം നമ്മളധികം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് നല്ലവണ്ണം ഭാരതത്തിന് സഹായിക്കുന്നത്, മറ്റ് സന്യാസിമാരെയും സഹായിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന പല സ്വാമിമാർക്കും പഠനത്തിന് വരുന്നതായ രൂപയും വസ്ത്രവും നിത്യചെലവിന് അതുമായി ബന്ധപ്പെട്ട സോപ്പ്, ചിപ്പ്, കണ്ണാടി ഇതെല്ലാം പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയിലുള്ളതായ ഹിന്ദുക്കളാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്കത് കാണാനായിട്ട് കഴിയും. വേദാന്തത്തിൻ്റെ ഭാഗത്താണെങ്കിലും തന്ത്രത്തിൻ്റെ ഭാഗത്താണെങ്കിലും യോഗയുടെ ഭാഗത്താണെങ്കിലും
അതുപോലെ മറ്റു സോഷ്യോളജിക്കൽ മാറ്റേഴ്സിലാണെങ്കിലും അമേരിക്കൻ സിസ്റ്റത്തിന് ഒരു പ്രത്യേകമായ വാല്യൂ ഉണ്ട്. അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നതായ ഒരു സർട്ടിഫിക്കറ്റ്. ഇതാണ് അതിൻ്റെ കാര്യം. സ്വാമിജി, അങ്ങ് തന്ത്രവിദ്യ കൈകാര്യം ചെയ്യുന്ന മഹാത്മാവാണ്, അതിലുപരി ഒരു സന്യാസിയുമാണ്. ഇപ്പോഴത്തെ ഒരു വിഷയം ശബരിമല ഇഷ്യൂ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കലികുത്ത് കൺകണ്ട ദൈവമേ എന്നാണല്ലോ ശരണം വിളിക്കുന്നത്. കലികാല പ്രത്യക്ഷ ദൈവമായിട്ടുള്ളതായ ഭഗവാൻ അയ്യപ്പൻ ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമാണ്. എല്ലാ ജീവരാശികളും അവിടെ ഒന്നാക്കി ചേർക്കപ്പെടുന്നു. അങ്ങനെ ഒരു സന്നിധാനം ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഉയർന്നു വരികയും മാതൃകയായിത്തീരുകയും ചെയ്താൽ മറ്റ് പലർക്കും നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ശബരിമല സീസൺ ആകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ഇഷ്യൂ ശബരിമലയിൽ ഉണ്ടാക്കി ജനങ്ങളിൽ നിന്ന് ശബരിമലയെ അകറ്റാൻ കഠിനമായി പരിശ്രമം ചെയ്യാവുന്ന ഒരു നെറ്റ്വർക്ക് ഭാരതത്തിലുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായ ഒരു പ്രക്രിയയല്ല. ഇപ്പോൾ 1950, 51, 52 കാലഘട്ടത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ശബരിമല ക്ഷേത്രത്തെ പരിപൂർണമായും കത്തിച്ചു കളഞ്ഞു. അവിടുത്തെ അരയന്മാർ കോട്ടയം മാർക്കറ്റിൽ വന്ന ശേഷം അവിടെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് തന്നെ അറിയുന്നത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടതായ അധികാരികൾക്ക് അവിടെ എത്തിച്ചേരുവാൻ ഒരാഴ്ചയിലധികമായി. കാരണം വഴിയില്ല. മകരവിളക്ക് സീസൺ മറ്റുമൊക്കെ വന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശബരിമല അയ്യപ്പൻ്റെ ആ ഒരു ഭവ്യതയെയും അല്ലെങ്കിൽ ചൈതന്യത്തെയും തകർക്കാവുന്ന പദ്ധതികൾ ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയധികം ഫർണസോ മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പായസം അല്ലെങ്കിൽ അരവണം ഉണ്ടാക്കുമ്പോൾ അതിലൊരു പല്ലി ഡീസൻ്റായിട്ട് കിടക്കുമോ? സമാധിയായ ഒരു പല്ലിയായിട്ട് ഇങ്ങനെ വളരെ ചന്തമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പല്ലിയെ ആ സമയത്ത് അവിടെ കൊണ്ടിട്ടതല്ലേ. ഇത്തരത്തിൽ ഹിന്ദു ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹത്തിന് നന്മ കിട്ടാവുന്ന ഏതെങ്കിലും പ്രക്രിയകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തകർന്ന് തരിപ്പണമാക്കുക എന്നതായ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരെയുള്ള ശബരിമല ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശബരിമല അയ്യപ്പനുമായിട്ട് വളരെയധികം ബന്ധം എനിക്ക് വരുന്നത്, ഒരുപക്ഷെ ചാലക്കയം പാലം വരുന്നതിന് മുൻപ് ശബരിമല യാത്ര നടത്തിയിരുന്നത് എരുമേലി വഴി പോയി എരുമേലി വഴി തന്നെ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 56 കിലോമീറ്ററാണ് ആകെ. അതിൽ ഏകദേശം 7 മലകളാണ്, 3-4 നദികൾ, ചെറുതും വലിയ 2 നദികളും, അഴുതാ നദിയും പമ്പാ നദിയും കടക്കണം. ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ മർദ്ദിക്കാനായി ഉപയോഗിച്ചതായ വാള് ഇപ്പോഴും എരുമേലി പുത്തൻ വീട്ടിൽ ഇരിപ്പുണ്ട്. എരുമകളെ കൊണ്ട് മഹിഷി എന്ന് പറയുന്നതായ കൊള്ളക്കാരൻ അല്ലെങ്കിൽ ജീവി എരുമകളെ കൊണ്ട് വേലി കെട്ടിയതിനാലാണ് എരുമവേലി എന്നുള്ള പേരുണ്ടായത്. എരുമവേലി ലോപിച്ചിട്ടാണ് എരുമേലി ആയത്. അപ്പോൾ എരുമേലിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഒരു അയ്യപ്പ ഭക്തൻ പേരൂർ തോട്, കരിയിലാൻ തോട്, അഴുതാ നദി, കരിമല കയറ്റം, കിണറും കുളവും, പുതുശ്ശേരിയാല്, ഇങ്ങനെയെല്ലാം കയറി വലിയാനവട്ടവും ചെറിയാനവട്ടവും എത്തി ഏകദേശം 50 കിലോമീറ്റർ എത്തുമ്പോഴാണ് പമ്പയെത്തുന്നത്. പഴയ കാലത്തെ പമ്പയും ഇപ്പോഴത്തെ പമ്പയും വ്യത്യാസമുണ്ട്. ഇപ്പോഴുള്ള പമ്പയും ശബരിമലയ്ക്ക് പോകുന്ന വഴികളെല്ലാം 5 സ്റ്റാർ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മറിച്ച് പഴയ കാലത്ത് വെട്ടുകത്തിയും
മടാളും മറ്റും എല്ലാം കൊണ്ട് വഴി വെട്ടി 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 നടന്നു പോയതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഴ വീണിട്ടും ചെടികൾ വളർന്നിട്ടും അയ്യപ്പ ഭക്തന്മാർ തന്നെയാണ് വെട്ടിയിട്ട് തയ്യാറാക്കിയിട്ട് പോവുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യാസം വന്ന് പമ്പ വളരെയധികം വളർന്ന് അയ്യപ്പസ്വാമി പോയി എന്ന് പറയുന്ന ശരിയായ വഴിയിലൂടെ അല്ല ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് റോഡും മറ്റുമൊക്കെ ഉണ്ടാക്കി അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ ശബരിമലയുടെ വളർച്ച ഉണ്ടാക്കിയെങ്കിലും ആധ്യാത്മികമായിട്ട് അത് തകർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആധ്യാത്മികമായി ശബരിമലയുടെ ചൈതന്യത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ശബരിമലയുടെ സമ്പ്രദായത്തെയും ആരാധനകളെയും ഒരു പരിധിവരെ ഇത്തരം നെറ്റ്വർക്കിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇല്ലാതാക്കാൻ സാധിക്കും. ചൈതന്യത്തെ ഒരിക്കലും പൂർണ്ണമായി തകർക്കാൻ സാധ്യമല്ല. കാരണം എന്താ? എനർജി ക്യാൻ നോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ബി ക്രിയേറ്റഡ്. അപ്പോൾ ഇവിടെ ഈശ്വര ചൈതന്യമായിട്ട് നിൽക്കുന്നത് സ്റ്റാറ്റിക് എനർജിയായ പരമശിവനും ഡൈനാമിക് എനർജിയായ വിഷ്ണുവുമാണ്. അപ്പോൾ MC² എന്ന് പറയുന്നതായ തത്വം പരിപൂർണമാകുന്നത് അയ്യപ്പനിലാണ്. ഊർജ സിദ്ധാന്തം അല്ലെങ്കിൽ റിലേറ്റിവിറ്റി തിയറി ശരിയായി നടപ്പിലാകുന്നത് ശബരിമലയിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദുധർമ്മത്തിൻ്റെ പ്രസ്ഥാനങ്ങളെ തകർക്കാനായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഒരു വിജയമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ശബരിമല ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ്. ശബരിമലയിൽ പഴയ കാലത്തുണ്ടായ സമ്പ്രദായങ്ങൾ മാറ്റുകയും അവിടെ ആചരിച്ചിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പലതും പലരുടെയും ഇഷ്ടാനുസരണം ഇല്ലാതാക്കുകയും അവിടെ ആദരിക്കപ്പെടേണ്ടതായ പല കുടുംബാംഗങ്ങളും ആദരിക്കപ്പെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന് ആധ്യാത്മികമായ കാരണം. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന പോലെ മാളികപ്പുറത്ത് മഞ്ചാമ്പിക എന്ന കണക്കിൽ അവിടെ ആദരിക്കപ്പെടുന്നത് എരുമയിൽ നിന്നുണ്ടായ ഒരു ദേവിയല്ല. എരുമയിൽ നിന്ന് ദേവി ഉണ്ടാവില്ലല്ലോ. മറിച്ച് പന്തളം രാജകുടുംബം പാണ്ഡ്യവംശത്തിൻ്റെ ഭാഗമാണ്. രാജശേഖര പാണ്ഡ്യൻ കമ്പം തേനി വഴിയാണ് കേരളത്തിലേക്ക് ഓടി വരുന്നത്. അന്നത്തെ പാണ്ഡ്യവംശം, പല്ലവവംശം, ചേരവംശം, ചോളവംശം, ഈ വംശങ്ങളുടെ തമ്മിലുള്ള കലഹങ്ങൾ മൂലം കേരളത്തിൽ തൻ്റെ താമസം ഉറപ്പിച്ച പാണ്ഡ്യരാജാവായ രാജാവിൻ്റെ എന്നുവെച്ചാൽ പാണ്ഡ്യവംശത്തിൻ്റെ കുലദേവതയായിട്ട് വരുന്നത് മധുര മീനാക്ഷി അമ്മയാണ്. മധുര മീനാക്ഷി അമ്മയുടെ ആരാധനയാണ് മാളികപ്പുറത്ത് മഞ്ചാമ്പികയായിട്ട് ആചരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ മഞ്ഞപ്പൊടിയും കുങ്കുമവും അവിടുത്തെ പ്രധാന ദ്രവ്യങ്ങളായി മാറുന്നത്. അപ്പോൾ ഇവിടെ അമ്മയുടെ പ്രതിഷ്ഠകൾ, അമ്മയുടെ ആരാധന ശരിയായ രീതിയിൽ കുടുംബ ആരാധന ചെയ്ത ശേഷമാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ രാജാവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊതുക്ഷേത്രമല്ല, ശബരിമല പൊതുക്ഷേത്രമേ അല്ല. ശബരിമല ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ്, നിത്യ ആരാധന ഇല്ലാത്ത ക്ഷേത്രമാണ്. ആകെ 365 ദിവസത്തിൽ 123ഓളം ദിവസങ്ങൾ മാത്രമേ അവിടെ ആരാധനയുള്ളൂ. ബാക്കി ദിവസങ്ങൾ ഇത് ക്ലോസ് ആണ്. അതുകൊണ്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ നവംബർ ഡിസംബർ കാലഘട്ടത്തിലെ മണ്ഡലമാസം തകർക്കാൻ സാധിക്കും എന്നതിനാൽ മാത്രമാണ് ശബരിമല ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളതായ കവർച്ചയും മറ്റുമൊക്കെ എളുപ്പ രീതിയിൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ധൈര്യത്തിൽ നിർമ്മിച്ച പ്രവർത്തനങ്ങളാണ്. ആരുടെയൊക്കെയോ ഒറ്റിക്കൊടുക്കുക കാരണം ഇത് പിടിക്കപ്പെട്ടു. ഇതിൽ ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവ് വരുന്നില്ല. അയ്യപ്പന്മാർ കൂടുകയാണ് ഉള്ളത്. ഈ വർഷം അയ്യപ്പന്മാർ അനേകം വരും. മാത്രമല്ല ശബരിമലയുടെ ഒരു മുന്നേറ്റം ഏകദേശം 1970 മുതൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ പഴനി ക്ഷേത്രത്തിന് ഒരു കാലത്ത് ഇതേ പദ്ധതിയായിരുന്നു.
കേരളത്തിലുള്ളവരെല്ലാവരും പഴനിക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടത് മാറി എല്ലാവരും ശബരിമലയിലേക്ക് എന്നുള്ള ഒഴുക്കായി. ശബരിമലയിലെ മണ്ഡലകാലം എന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും മണ്ഡലകാലമാണ്. അപ്പോൾ അനേകം ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 3700-ലധികം ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെയും അതല്ലാതെയുമുള്ള എല്ലാ ക്ഷേത്രങ്ങളും അയ്യപ്പൻ്റെ ഈ സീസണിലാണ് ശരിയായ രീതിയിൽ ചെറപ്പിലൂടെയോ മണ്ഡല പൂജയിലൂടെയോ മറ്റുമെല്ലാം നല്ല രീതിയിൽ ആചരിക്കപ്പെടുന്നത്. അപ്പോൾ മണ്ഡലമാസം ആചരിക്കാൻ മണ്ഡലമൂർത്തിയായിട്ടുള്ള യഥാർത്ഥ അയ്യപ്പസ്വാമിയുടെ ജീവ പദ്ധതിയാണ് നടപ്പിലാകുന്നത്. അതിനാൽ അയ്യപ്പൻ കലിയുഗത്തിൽ പ്രത്യക്ഷ ദൈവമാണ്. മറ്റെല്ലാ മൂർത്തികളെയും ഒന്നിച്ച് ഏകീകരിപ്പിച്ചു കൊണ്ടുപോകുന്ന മൂർത്തിയാണ്. അപ്പോൾ ഗുരുസ്വാമിയാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ശബരിമല ഇഷ്യൂസ് നമുക്കൊരിക്കലും ചർച്ച ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിൽ ആദ്യമായിട്ട് ജനുവരിയിൽ കുംഭമേള തിരുനാവായ ക്ഷേത്രത്തിൽ അവിടെ നടക്കാൻ പോവുകയാണ്. അപ്പം അതിനൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം തന്നെ അങ്ങ് ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള പുഷ്കർ എന്ന് പറയുന്ന സമാനമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെയാണ്. എന്താണ് ആ ഒരു പദ്ധതിക്ക് അങ്ങേ മുന്നോട്ട് നയിച്ചത്, പുഷ്കറിലേക്ക് നയിച്ചത്? സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എങ്കിലും പ്രകൃതി സംരക്ഷണത്തിനോ നദികളുടെ സംരക്ഷണത്തിനോ യാതൊരു പദ്ധതികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായി അറിയിക്കേണ്ടതായിരിക്കും. ആകാശത്ത് കോട്ട കിട്ടുകയും ഒരുപാട് വികസനങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായ സർക്കാരോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ എന്തുകൊണ്ട് ഭാരതഭൂമിയിലുള്ളതായ ജലസ്രോതസ്സുകളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനോ ഉപയോഗിക്കുവാനോ വികസിപ്പിക്കുവാനോ പരിശ്രമിക്കുന്നില്ല? സ്വിറ്റ്സർലാൻഡിൽ ഒരേ ഒരു മൗണ്ട് ടിറ്റ്ലിസ് എന്ന ഒരു മല കൊണ്ട് എത്രയോ കോടികളാണ് ആ രാജ്യം കൊയ്യുന്നത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട്. അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഐസ് അവിടെ ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർഫാൾസുകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഭാരതത്തിലുള്ളതായ വാട്ടർഫാൾസോ കനാൽ സിസ്റ്റമോ നമുക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നന്നായിട്ട് കാണാൻ സാധ്യമല്ല. ആംസ്റ്റർഡാമോ അല്ലെങ്കിൽ റോട്ടർഡാമോ മറ്റു രാജ്യങ്ങളോ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കനാലാണ്, അതും ചളിവെള്ളമാണ്. അതിലൂടെയാണ് നമ്മുടെ ടൂറിസ്റ്റുകളെല്ലാം പണം മുഴുവൻ വാരി വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വയനാടോ ഇടുക്കിയോ ശരിയായ രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് കേബിൾ കാറും മറ്റുമെല്ലാം ഉണ്ടാക്കി നയിക്കുകയാണെങ്കിൽ ആ ജില്ല അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്കുള്ള വരുമാനം എന്തായിരിക്കും? കേരളത്തിലെ ഇന്ന് കാണുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കാലുകുത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ വൃത്തികേടാണ്. ഇതിനെ ശുദ്ധീകരിച്ച് ശരിയായ രീതിയിൽ നടത്തുകയാണെങ്കിൽ എന്തുമാത്രം വരുമാനം ഈ നാട്ടിലേക്ക് വരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നതായ കാര്യം, ഭാരതഭൂമിയിൽ ഇത്രയധികം സ്രോതസ്സുകൾ ഉണ്ടായിട്ടും ഇതിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നദികളെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാനോ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ വന്നപ്പോൾ അഖില ഭാരത സന്യാസി സംഘം എന്ന ഞങ്ങളുടെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ളതായ വലിയൊരു സംഘടന കഴിഞ്ഞ 13 കൊല്ലങ്ങളായിട്ട് ഓരോ നദികളിലും അഭിഷേകവും അലങ്കാരവും പൂജയും നദീരഥയാത്രയും നടത്തി സന്യാസി ശ്രേഷ്ഠന്മാരുടെ പ്രവർത്തനം മൂലം ആ നദികളെല്ലാം ഇന്ന് ഫുൾ വെള്ളമായിട്ട് ഓടുന്നതായ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 4 വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലെ വികസനത്തിനും ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ നാട്ടിൽ പിറന്ന നിങ്ങൾ ജഗദ്ഗുരു ശങ്കരാചാര്യർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ നമ്മളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ മൂലസ്ഥാനമായ കാലടിയിൽ നിന്നും
ലഘുവായിട്ടുള്ളതായ കുംഭമേള 2 പ്രാവശ്യം നടത്തുകയും കേരളത്തിലെ മറ്റനേകം തീർത്ഥസ്ഥാനങ്ങളിൽ ലഘുപുഷ്കർ എന്ന പേരിൽ കുംഭമേളകളും വൈകുന്നേരത്തെ വാദ്യത്തോടു കൂടിയുള്ള ആരതിയും അവിടെയെല്ലാം ലഘു രീതിയിലുള്ള ഹിന്ദു സമ്മേളനങ്ങളും സത്സംഗങ്ങളും മന്ത്രദീക്ഷയും സന്യാസദീക്ഷയും ബ്രഹ്മചര്യ ദീക്ഷയും നടത്തുകയും ധർമാചാര്യന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് ലഘുപുഷ്കർ എന്ന പ്രവൃത്തിയുടെ വിജയം. ആ ലഘുപുഷ്കർ ചെറിയ തോതിൽ മറ്റൊരു രീതിയിൽ മാഘമേളയായിട്ട് തിരുനാവായയിൽ അനേകം വർഷങ്ങളായിട്ടും അവിടുത്തെ മേൽശാന്തി നടത്തുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ്. ഭാരതം എന്ന പേരിൽ ഒരേ ഒരു പുഴ ഭാരതപ്പുഴയാണ്. 250 കിലോമീറ്റർ ദൂരമാണ്. എന്നാൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടാൽ ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു അവസ്ഥയാണ്. ഇത് മാറ്റിയെടുക്കാൻ ജനങ്ങളെ മുഴുവനും ഏകീകരിപ്പിച്ചുകൊണ്ട് ഓരോ നദികളുടെയും പ്രധാന സ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പുഷ്കറുകൾ നടത്തുകയാണെങ്കിൽ നദികൾ ഒരിക്കലും അശുദ്ധമാവില്ല, സംരക്ഷിക്കാൻ സാധിക്കും. നദികളുടെ സംരക്ഷണം ഉണ്ടായാൽ ജലസ്രോതസ്സുകളും കൃഷിയും കാർഷിക അഭിവൃദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ അന്തരീക്ഷ ശുദ്ധി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഒരു കാലത്ത് പുഴമണലിൽ നിന്നും ശുദ്ധീകരിച്ചെടുത്ത വെള്ളമല്ലേ നമ്മൾ കുടിച്ചിരുന്നത്. വിദേശ കമ്പനികളും മറ്റു പലരും നമ്മളെല്ലാം അവസാനം കുപ്പിക്കുള്ളിലേക്ക് ഒതുക്കി എന്ന് തന്നെ പറയാം. ഇപ്പോൾ A to Z പല്ല് തേക്കാൻ വരെ കുപ്പിവെള്ളം വാങ്ങി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവചര്യയെ കൊണ്ടുപോയത് ആരാണ്? എന്നാൽ നദികളിൽ പോയി ശരിയായ രീതിയിൽ ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേച്ച് ശരിയായ സ്നാനം നടത്തി വരുന്നതായ ഒരാളുടെ ആരോഗ്യവും ബാത്റൂമിനകത്ത് ഷവറിൽ കുളിക്കുന്ന ഒരാളുടെ ആരോഗ്യവും എത്ര വ്യത്യാസമാണ്. അതിനാൽ അനേകം കുംഭമേളകൾ കുംഭകോണവുമായി ബന്ധപ്പെട്ട് അഖില ഭാരത സന്യാസി സംഘം എന്ന സംഘടനയുടെ കേരള പ്രസിഡന്റായി ഞാൻ മാറിയ ശേഷം കേരളത്തിൽ അനേകം കുംഭമേളകൾ നടത്തുകയുണ്ടായി. അതിന് രാമാനന്ദ പുരി മഹാരാജ് തമിഴ്നാടിൻ്റെ മുഴുവൻ ചുമതലയും സന്യാസി സംഘവും സ്ഥാപിച്ച അദ്ദേഹം തൻ്റെ ശിഷ്യഗണങ്ങളെ 80-ലധികം ശിഷ്യഗണങ്ങളെ ഇങ്ങോട്ട് അയക്കും. അവരെല്ലാം ചേർന്നിട്ടാണ് കേരളത്തിലെ ഓരോ ലഘു പുഷ്കറും നടത്തിയിട്ടുള്ളത്. ഈ ലഘു പുഷ്കർ എല്ലായിടത്തും പ്രഭാകരാനന്ദ സരസ്വതി നടത്തിയ ശേഷമാണ് ഇപ്പോൾ വിവിധ അഖാഡകൾക്ക് കേരളത്തിൽ ചടങ്ങുകൾ നടത്തണം എന്നുള്ള ഒരു ചിന്ത വന്നത്. ആദ്യമായി അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് എന്നെ ഉയർത്തിയിരുന്നു. ഇപ്പോഴും എൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ സന്യാസിമാർക്ക് ഉത്തരേന്ത്യയിൽ ഒരു സ്ഥാനം ആദ്യമായിട്ട് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഒരു ചടങ്ങിനും വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ചടങ്ങുകളല്ലാതെ മറ്റു ഒരു പ്രസ്ഥാനങ്ങളുടെ ചടങ്ങുകൾക്കും കേരളക്കരയിലുള്ള സന്യാസിമാരെ ഒരിക്കലും വിളിക്കാറില്ലായിരുന്നു. ഇന്ന് ആ ഗതി മാറി. ശങ്കരാചാര്യരുടെ ബർത്ത് പ്ലേസിൽ നിന്ന് വരുന്ന സന്യാസി പരശുരാമ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം സ്ഥാനം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പരമ്പരയുള്ള സന്യാസിമാർക്കെല്ലാം സ്ഥാനം നൽകുന്നത് എന്നത് ഇതിൻ്റെ തന്നെ വിജയമാണ്. അതിൽ എനിക്കും എൻ്റെ ശിഷ്യഗണങ്ങൾക്കും പരിപൂർണമായി അഭിമാനിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അങ്ങ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ സന്യാസ സമൂഹത്തിനിടയിലും സമൂഹത്തിലും ഇറങ്ങി അങ്ങ് ചെയ്യുന്നുണ്ട്, ഒട്ടേറെ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ മലയൻകീഴുള്ള രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമികൾക്ക് മഹന്ത ദീക്ഷ നൽകിയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അങ്ങയുടെ കേരളത്തിലെ അങ്ങയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്താണെന്നറിയാൻ താല്പര്യമുണ്ട്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ പരമ്പരയിലുള്ളതായ ആചാര്യന്മാരും എല്ലായിടത്തും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ആദരിക്കപ്പെടണം. ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം. 127 പരമ്പരകളാണ് നമുക്ക് ആകെ ഭാരതത്തിലുള്ളത്. അതിൽ കുറച്ച് പരമ്പരകൾ നഷ്ടമായെങ്കിലും
67 എണ്ണം ലൈവായിട്ട് ഓടുന്നുണ്ട്. സിഖ് സമ്പ്രദായത്തിൻ്റെയും എല്ലാം കൂടിയുള്ള ഗുരുപരമ്പരകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 67 സമ്പ്രദായങ്ങൾ ശരിയായ രീതിയിൽ ഓടുന്നുണ്ട്. അപ്പം ഇതിൽ പ്രഗത്ഭരായ അനേകം ആചാര്യന്മാരുണ്ടെങ്കിലും ഇവരെ എല്ലാവരെയും കംപ്ലൈൻറ്റുകളില്ലാതെ ഏകീകരിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിൽ എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്ക് പക്ഷേ പറയാൻ സാധ്യമല്ല. പക്ഷേ ഒരു പരമ്പരയിലെയും ഒരു ഗുരുനാഥന്മാരെയും അവരുടെ ദോഷങ്ങളെ നോക്കാതെ അവരുടെ നന്മകൾ മാത്രം എടുത്തുകൊണ്ട് ഒരു സന്യാസി മറ്റൊരു സന്യാസിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കൂട്ടുചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതായ ഒരു സിസ്റ്റം, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുകയാണ് ഞാൻ. അവധൂത ഗുരുവായ ഗുരുപ്രസാദ്ജിയുടെ ഒരൊറ്റ കൃപയാണ് ഇന്ന് തിരുവനന്തപുരത്തെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ വിജയിപ്പിക്കാൻ സാധിച്ചത്. അതിന് സൂക്ഷ്മമായ തരത്തിൽ ഈ ഗുരുപരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം നമുക്കുണ്ട്. ഗുരുനാഥന്മാരുടെ സൂക്ഷ്മമായ അനുഗ്രഹം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് സാധകന്മാരുടെ പരാജയം. ഗുരുനാഥന്മാർ എന്ത് പദ്ധതി പ്ലാൻ ചെയ്തിട്ടാണ് ശിഷ്യന്മാരെ ഇന്ന സ്ഥലത്തേക്ക് അയക്കുന്നത് എന്ന് പോലും പലപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലാകാറില്ല. അവരതിനെ ഗുരുവിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് മാത്രമേ കണക്ക് കൂട്ടാറുള്ളൂ. ഗുരുനാഥന്മാർ ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ തകർക്കാവുന്ന ഒരു പദ്ധതിയും ഒരിക്കലും പ്ലാൻ ചെയ്യുകയില്ല. അവരുടെ സ്വപ്നത്തിൽ അത് ഉണ്ടാവുകയുമില്ല. കാരണം തൻ്റെ ശിഷ്യന്മാർ ഉയർന്നു വരുന്നത് തൻ്റെ ഗുരുവിനല്ലേ അഭിമാനം. അതിനാൽ എല്ലാ പരമ്പരയിലുള്ള ആചാര്യന്മാരെയും ശരിയായ രീതിയിൽ ആദരിച്ചുകൊണ്ട് ആരുടെയും കുറ്റങ്ങൾ എവിടെയും ചർച്ച ചെയ്യാതെ, ഏതെങ്കിലും ഗുരുവിനെ പറ്റി ആരെങ്കിലും കംപ്ലൈൻറ്റ് കുറ്റം ദോഷമായിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവരിൽ നിന്ന് നിർത്തിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറുകയോ ചെയ്തുകൊണ്ട് ആ തൻ്റെ ചെവികളിൽ ഈ കംപ്ലൈൻറ്റുകൾ വരാതെ സൂക്ഷ്മമായി ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തെ മാത്രം ഫൗണ്ടേഷനാക്കി വെച്ചുകൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് സന്യാസത്തിൻ്റെ പരിപൂർണമായ വിജയം. ഒരു പരമ്പരയും കുറ്റം പറയരുത്. ഒരു ഗുരുനാഥനും മോശമല്ല. ഒരു സന്യാസിയും തമ്മിൽ ദോഷങ്ങൾ നോക്കാതെ അന്യോന്യം ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് ഭക്തിയോടെ ഏകീകരിപ്പിച്ച് ജീവിക്കണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഈസ് മൈ ലക്ഷ്യം. ഹ്യൂമൻ ഇൻ്റഗ്രേഷൻ, ബ്രദർഹുഡ് ആൻഡ് ഹാർമണി. ഈ കാര്യങ്ങൾ വിജയകരമായിട്ട് ചെയ്യാൻ അവധൂത ഗുരുവായ ഈ സന്നിധിയിലെ പാരമ്പര്യ ഗുരു എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നുള്ളൊരൊറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവധൂത ഗുരുപ്രസാദ്ജിയുടെ തൃപ്പാദങ്ങളിൽ പ്രണാമം സമർപ്പിക്കും. അജ്ഞത മാറ്റുന്നവനാണ് ഗുരു. പ്രകാശം നമ്മളിലേക്ക് ചൊരിയുന്നവനാണ് ഗുരു. ഇത്രയും നേരത്തെ ഈ ഒരു സത്സംഗത്തിൽ നിന്നും നമുക്ക് ലഭിച്ചത് ആ അറിവിൻ്റെ പ്രകാശം തന്നെയാണ്. വസുദേവ കുടുംബകം എന്ന ഒരു മഹത്തായ ആ ലക്ഷ്യത്തെ മുൻനിർത്തി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്ന ഒരു മഹാത്മാവാണ് നമ്മളോടൊപ്പം ഇന്ന് സത്സംഗത്തിനായിട്ട് ഇത്രയും നേരം ആ സമയം, വിലപ്പെട്ട സമയം മാറ്റിവെച്ചത്. 191 പേർക്ക് സന്യാസ ദീക്ഷ നൽകി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, മാനവ രാശിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ നമ്മൾ അർപ്പിക്കുകയാണ്. സ്വാമിജി, നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? യമനിയമ ആസനം പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അവസ്ഥയിൽ
ധ്യാനം എന്ന അതിമഹത്തായ യോഗശാസ്ത്രത്തിൻ്റെ സാധനയെ സൂക്ഷ്മമായും സ്ഥൂലമായും ഭക്തജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യുന്നതായ അവധൂത ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾക്കും ശിഷ്യന്മാർക്കും അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെയും സന്യാസി സഭയുടെയും പേരിൽ അയ്യപ്പ ഭഗവാന്റെ പേരിൽ ഏക ആശ്രമമായ അയ്യപ്പ സേവാശ്രമത്തിൻ്റെ മഠാധിപൻ എന്ന നിലയിലും സ്ത്രീ ഭക്തജനങ്ങൾക്ക് 18 പടികൾ കയറി അയ്യപ്പ വിഗ്രഹത്തിൽ നേരിട്ട് അഭിഷേകം ചെയ്യാൻ മിനി ശബരിമല എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയതിൻ്റെ പേരിലും കേരളക്കരയിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യർക്ക് അദ്ദേഹം അനാദരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യമായി അഖാഡ സ്ഥാപിക്കുകയും ഇന്ന് മഹാമണ്ഡലേശ്വർ പദവിയിലെത്തുകയും ചെയ്ത എനിക്ക് എല്ലാ ഗുരു പാരമ്പര്യത്തിലുള്ള ഗുരുക്കന്മാരും പരമഗുരുക്കന്മാരുടെ പദവിയിലുള്ളവരാണ് എന്നും ഗുരുപരമ്പരയെ ശരിയായ രീതിയിൽ നാം ആദരിച്ചാൽ നമുക്ക് മോക്ഷത്തിനുള്ള വഴി ഗുരുപരമ്പര തെളിയിച്ചു തരുമെന്നും നമ്മൾ പരിപൂർണമായി സംരക്ഷിക്കപ്പെടും എന്നും അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ളത്, ഗുരുവിൻ്റെ തൃപ്പാദങ്ങളെ ആദരിച്ചുകൊണ്ട് ഗുരു വഴികാട്ടിയിട്ടുള്ളതായ സാധനാ പദ്ധതികൾ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാതെ പരിപ്രശ്നേന സേവയ എന്നതായ വേദാന്തവാക്യം ശാസ്ത്രം പഠിക്കുമ്പോഴാണ്. എന്നാൽ സാധനാ പദ്ധതികളിൽ ചോദ്യം ചെയ്യാതെയുള്ളതായ അനുഷ്ഠാനങ്ങളിൽ ഇറങ്ങിത്തിരിക്കുകയും സൂക്ഷ്മമായി ബാഹ്യമായ ഫാഷൻ പരേഡ് കാണിക്കാതെ ശരിയായ സാധകന്മാരായി അനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വര പദവിയിൽ എത്തിച്ചേരാനും ഈശ്വരാനുഗ്രഹം, ഗുരുപാരമ്പര്യയുടെ അനുഗ്രഹം, അതോടൊപ്പം താൻ ജനിച്ച കുലത്തിൽ കുലദേവതമാരുടെ അനുഗ്രഹം, തൻ്റെ കുലഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഇതെല്ലാം ശരിയായ രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം. ഭാരത പുഴയുടെ തീരത്ത് മിനി ശബരിമല എന്ന പാലക്കാട് മങ്കര സന്നിധിയിൽ വൃശ്ചിക മാസം ആരംഭിക്കുമ്പോൾ 62 ദിവസങ്ങൾ ശബരിമല തുറക്കുന്ന അതേ അനുഷ്ഠാനത്തിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് വന്ന് ദർശനം ചെയ്യാനുള്ള അവസരം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട്, ഇന്ന് വരെ സഹായിക്കുകയും സഹകരിക്കുകയും ഉപദേശിക്കുകയും അതോടൊപ്പം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത എല്ലാ ഗുരുനാഥന്മാരെയും, സന്യാസശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ, ധർമാചാര്യന്മാരായിട്ടുള്ള ഗുരുനാഥന്മാർ, സംഘടനാ പ്രവർത്തകരായിട്ടുള്ളതായ പ്രവർത്തകർ, അതോടൊപ്പം മുതിർന്ന എല്ലാ പ്രവർത്തകരെയും പ്രണാമം എന്ന രീതിയിൽ സമർപ്പിച്ചുകൊണ്ട് സംസ്കൃതം പഠിപ്പിച്ചു തന്നവരെയും അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു തന്നവരെയും താന്ത്രികമായ വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നവരെയും വൈദിക വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നവരെയും വേദങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നവരെയും എല്ലാവർക്കും പ്രണാമം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മംഗളം. നന്ദി. സാധുദർശനം. പാപവിമോചനം.